മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും കൂടെ ഒരു നമ്പർ 20 മദ്രാസ് മെയിലിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. ആ യാത്ര ഭയങ്കര സംഭവബഹുലമായി ചെന്നൈയിൽ നിന്ന് പോയി തിരിച്ചെത്തി. ഇപ്പൊ ഇവിടെ നമ്മളെല്ലാവരും വന്നിരിക്കുന്നത് ചെന്നൈ എക്സ്പ്രസിൽ കയറാനാണ്. ഈ 103ാമത്തെ വെബിനാർ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും ചെന്നൈ എക്സ്പ്രസിന്റെ ചവിട്ടുപടിയിലാണ് നിൽക്കുന്നത്. നമ്മളെ നയിക്കുന്ന ഗോപാലകൃഷ്ണൻ സാർ എന്താണ് പറയാൻ പോകുന്നത് നമുക്ക് കാത്തിരിക്കാം. അതിനു മുമ്പ് തന്നെ റിസർവ് ടിക്കറ്റ് എടുത്തവരും തത്കാലം എടുത്തവരും ഒക്കെ ഈ എക്സ്പ്രസിൽ ഇപ്പൊ കയറിയിട്ടുണ്ട്. അവരെ എല്ലാവരെയും വളരെയധികം നന്ദിയോടുകൂടെ ഓർക്കുന്നു. കാരണം നിങ്ങൾ ഓരോരുത്തരും തന്നെയാണ് ഈ ഉറവ് വെബിനാറിന്റെ സക്സസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വളരെ നന്ദിപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഔദ്യോഗിക സ്വാഗത പ്രസംഗത്തിനായി ഞാൻ നമ്മുടെ സൈജു സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹലോ, ഗുഡ് ഈവനിങ്. എന്നെ കേൾക്കാമല്ലോ അല്ലേ? യെസ്. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഉറവിന്റെ തീരത്ത് നമ്മൾ കൂടാൻ തുടങ്ങിയിട്ട് 103ാമത്തെ വെബിനാറാണ്. ഇന്ന് സ്വാഗത പ്രസംഗം പറഞ്ഞ ജയശ്രീ മാം പറഞ്ഞതുപോലെ ഇന്ന് വളരെ വേഗത്തില് പാഞ്ഞ് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചെന്നൈ എക്സ്പ്രസുമായിട്ടാണ് നമ്മുടെ പ്രിയങ്കരനായ ഗോപാലകൃഷ്ണൻ സാർ എന്നിവിടെ എത്തിയിരിക്കുന്നത്. സാറിനെ നമുക്ക് ശ്രവിക്കാം. സാറ് വളരെ പ്രശസ്തനാണ്. നിങ്ങൾ ക്ലാസ്സിൽ കൂടെ ഉണ്ടായിട്ടുണ്ടാവും. ക്ലാസ്സിൽ കൂടിയ ആൾക്കാരുണ്ടാവും. അപ്പോൾ പോസിറ്റീവ് കമ്മ്യൂണിറ്റിയിലെ പല ആൾക്കാരും ഇവിടെ ഉണ്ട്. സാറിന് കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേര് നമ്മുടെ ഈ മീറ്റിംഗിൽ പങ്കുചേർന്നിട്ടുണ്ട്. അപ്പൊ എന്റെ ഔദ്യോഗികമായിട്ട് സ്വാഗത പ്രസംഗം പറയാനായിട്ടാണ് ഇരിക്കുന്നത്. ആദ്യമായിട്ട് പ്രസിഡന്റായി ഇരിക്കുന്ന നമ്മുടെ ജോൺ ബേബി സാറാണ്. സാറ് വളരെ കൃത്യമായിട്ടും വളരെ ആകാംക്ഷകളോടെ എല്ലാ കാര്യങ്ങളും കൂടെ ഓർമ്മിപ്പിച്ച് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. സാറിന് എല്ലാവരുടെയും പേരിൽ ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. നമുക്ക് ഇന്ന് എവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ ഗോപാലകൃഷ്ണൻ സാറാണ്. സാറ് കോർപ്പറേറ്റ് ട്രെയിനറാണ്. സാറ് വളരെ അധികം കാര്യങ്ങളിൽ പ്രശസ്തനാണ്. സാറിനെ കുറിച്ച് കൂടുതൽ പറയാനായിട്ട് നമ്മുടെ പ്രസാദ് സാറുണ്ട്. സാറിനെ എല്ലാവരുടെയും പേരിൽ ഒരു പൂച്ചെണ്ട് നൽകിക്കൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി KCTT എറണാകുളം വെബിനാറിലേക്ക് ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് സാറിനെ പരിചയപ്പെടുത്താനായിട്ട് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രസിഡന്റും കൂടിയായ VK പ്രസാദ് സാറാണ്. സാറ് നമ്മുടെ കൂടെയുണ്ട്. സാറിന് എല്ലാവരുടെയും പേരിൽ ഹൃദ്യമായി തന്നെ സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് നന്ദി പറയാനായിട്ട് ഇരിക്കുന്നത് നമ്മുടെ പോൾ പടയാട്ടി സാറാണ്. സാറിനെയും നമ്മുടെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ PV ജോസഫ് സാറ്, സലീന മാഡം എല്ലാവരും ഇന്നിവിടെ ഉണ്ട്. എല്ലാവർക്കും ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് നമുക്ക് പരിചിതരായിട്ടുള്ള മറ്റ് അനേകം പേരുണ്ട്. നമ്മുടെ തഹസിൻ മാഡം ഉണ്ട്, മാത്യു അച്ഛനുണ്ടാവും. അങ്ങനെ കുറെ അധികം പേര്, എല്ലാവരുടെ പേര് ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും വളരെ ഹൃദ്യമായി തന്നെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഓവർ ടു ജയശ്രീ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഇനി ഞാൻ നമ്മുടെ പ്രസിഡൻഷ്യൽ അഡ്രസ്സ് പറയാനായിട്ട് നമ്മുടെ KCTU പ്രസിഡന്റ് ആയ ജോൺ K. ബേബി സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഓവർ ടു യു സർ. താങ്ക് യു. ഗുഡ് ഈവനിങ് ഡോക്ടർ ജോസഫ് സർ, Secretary Saiju sir, our Treasurer Paul Padayati sir, and our guest speaker Gopalakrishnan sir, Tagasima madam, and our executive committee members, and all those who are present here. കഴിഞ്ഞ വെബിനാർ നമ്മുടെ സലീന മാഡത്തിൻ്റെ ആയിരുന്നു. മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, പല രീതിയിലുള്ള ഇന്റലിജൻസ് ലെവലുകൾ, ഹൗ ടു ഹാൻഡിൽ കിഡ്സ്. മാഡം വളരെ വിദഗ്ധമായിട്ട് നല്ല എക്സ്പെർട്ടൈസോടുകൂടി ക്ലാസ് എടുത്തു. എല്ലാവരും അത് എൻജോയ് ചെയ്തു. മിസ്സായവർക്ക് ഒരു വലിയ നഷ്ടം തന്നെയായിരുന്നു. ഇന്ന് നമ്മൾ ചെന്നൈ എക്സ്പ്രസിലേക്കാണ് പോകുന്നത്. ആ ചെന്നൈ എക്സ്പ്രസ് പറയുമ്പോഴേ നമുക്ക് ഓർമ്മ വരുന്നത് ഷാറൂഖ് ഖാന്റെ, ദീപിക പദുക്കോടിന്റെയും ആ ഫന്റാസ്റ്റിക് പെർഫോമൻസും ആ 2ഉം 3ഉം പ്രാവശ്യം തിയേറ്ററിൽ പോയി കണ്ട ആ ഫിലിമുമാണ് ഓർമ്മ വരുന്നത്. ഗോപാലകൃഷ്ണൻ സാർ അതുപോലെ കൃത്യമായ
ഒരു പെർഫോമൻസ് ആയിരിക്കും ഇന്ന് നൽകുന്നത് എന്നുള്ളതിന് ഒരു സംശയവുമില്ല. ഞാൻ കൂടുതൽ പറയുന്നില്ല, എങ്കിൽ കൂടെ ഞാൻ പറയട്ടെ, നമുക്ക് ഓരോ വെബിനാറിലും വരുന്നത് വളരെ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള, വളരെ കഴിവുള്ള, നല്ല നല്ല സബ്ജക്റ്റ് കൈകാര്യം ചെയ്യാനുള്ള കഴിവുള്ള ആൾക്കാരാണ്. പലപ്പോഴും നമ്മുടെ മെമ്പേഴ്സ് പലരും വളരെ കാഷ്വലായിട്ട് ഇങ്ങനെ ഒരു ക്ലാസ് മിസ് ചെയ്യുന്നുണ്ട്. അത് ഒരു വലിയ നഷ്ടമായിരിക്കും. അതുകൊണ്ട് മെമ്പേഴ്സ് എല്ലാവരും നമ്മുടെ ഉറവെന്ന വെബിനാർ ഈസ് എ ഫാന്റാസ്റ്റിക് പ്രോഗ്രാം. They all should make it a point to attend and benefit out from it. അടുത്ത വെബിനാർ നമുക്ക് ജൂൺ 4-നാണ്. അത് മിസ് സുസ്മി മണികണ്ഠൻ മാഡം, അക്കാഡമിക് ഹെഡ് ഇൻ IT വില്ല കമ്പ്യൂട്ടർ അക്കാഡമി ആയിരിക്കും എടുക്കുന്നത്. ഷീ ഈസ് എൻ എക്സ്പേർട്ട് ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ പലപ്പോഴും നമ്മൾ മൊബൈൽ എടുത്താൽ നമ്പർ ഡയൽ ചെയ്യാറോ പേര് നോക്കാറില്ല. പ്ലീസ് കോൾ ഡോക്ടർ PV ജോസഫ് സാർ. ദ ഫോൺ ഓട്ടോമാറ്റിക്കലി കോൾസ്. എല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ലാത്ത ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്നു. അടുത്ത നമ്മുടെ ക്ലാസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റിയായിരിക്കും. അതിന് അടുത്ത ക്ലാസ്, അതായത് 18-ാം തീയതി ജൂൺ, ക്ലാസ് എടുക്കുന്നത് അഡ്വക്കേറ്റ് സൈബി ജോസ് ആണ്. ഷീ ഈസ് എ വെൽ ക്വാളിഫൈഡ് ലോയർ, BA, LLB, LLM in criminology, and also a psychologist. She is a counseling psychologist, mentor, and transformation coach. I am confident she will be giving again a fantastic, valuable, very informative class for all of us. So I request all members that keep note of these dates now itself in your diary and make yourself free and attend the program. And I have to say one word of thanks to Mr. Gopalakrishnan sir, because with one word of my request, he agreed, yes sir, with whatever date you are comfortable, I am with you. ആ ഒരൊറ്റ വാക്കുകൊണ്ട് എനിക്ക് വേണ്ട എല്ലാ എൻകറേജ്മെന്റും തന്ന് പുള്ളി എഗ്രി ചെയ്ത് പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് ഇങ്ങനൊരു ഗസ്റ്റ് സ്പീക്കറായിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വരാൻ വില്ലിങ്നെസ് കാണിച്ച ഗോപാലകൃഷ്ണൻ സാറിനോട് ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. അങ്ങേരോട് എൻ്റെ പ്രത്യേകം നന്ദി. ഇന്ന് വന്നിരിക്കുന്ന എല്ലാവരോടും എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒരിക്കൽ കൂടി ഈ മീറ്റിംഗിലേക്ക് വെൽക്കം ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു സർ. വളരെ നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ വൈസ് പ്രസിഡന്റ് ആയ പ്രസാദ് സാറിനെ നേരിട്ട് കാണുന്നത്. അല്ലെങ്കിൽ അങ്ങ് സാധാരണ സൈലന്റ് ആയിട്ടിരിക്കുകയാണ് പതിവ്. എന്തായാലും ഇന്ന് വീഡിയോ ഒക്കെ ഓപ്പൺ ചെയ്ത് സാർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാറിന് നമുക്ക് ഇൻട്രൊഡക്ഷൻ ഓഫ് റിസോഴ്സ് പേഴ്സൺ എന്ന ഒരു ചടങ്ങിലേക്ക് MK പ്രസാദ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു ജയശ്രീ മാം. താങ്ക് യു ഓൾ. ഗോപാലൻ സാറ് എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. അതുകൊണ്ടായിരിക്കാം ഇന്ന് എന്നെ തന്നെ ഈ ഒരു ചുമതല ഏൽപ്പിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സാറിനെ ഞാൻ പരിചയപ്പെടുന്നത് ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല. STF, പോസ്റ്റ് കമ്മ്യൂണിറ്റി STF എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ വെച്ചിട്ടാണ്. എന്തായാലും അത് ക്വാളിഫൈ ചെയ്തതിനു ശേഷം സാറിനെ പിടിച്ചാൽ കിട്ടിയിട്ടില്ല. സാറ് ചെല്ലുന്നിടത്തൊക്കെ അവിടെ വിജയക്കൊടി പാറിച്ചുകൊണ്ട് ഇങ്ങനെ സാറ് മുന്നേറുകയാണ്. കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ട്രെയിനറാണ്. സാറിൻ്റെ പ്രത്യേകത ഞാൻ കണ്ടിരിക്കുന്നത്, ഏത് വിഷയം അവതരിപ്പിക്കുമ്പോഴും അത് ഒരു ക്രിയേറ്റിവിറ്റിയോടുകൂടി അവതരിപ്പിക്കുന്നുള്ളതാണ്. ഇപ്പോൾ സാറിൻ്റെ കുടമാറ്റം എന്നുള്ളൊരു ക്ലാസ്, അതേപോലെ തന്നെ അത് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ കുടമാറ്റമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സാറ് മെറ്റഫർ ആക്കിയിട്ട് പറയുന്നത്, അതുപോലെ തന്നെ മഞ്ഞുമ്മൽ ബോയ്സ്,
ഇപ്പോൾ ചെന്നൈ എക്സ്പ്രസ് എന്നുള്ളൊരു പേരിൽ സാർ വന്നിരിക്കുന്നു. എന്തായാലും നല്ല ഈ അട്രാക്റ്റീവ് ആയിട്ടുള്ള പേരുകളോടുകൂടി അട്രാക്റ്റീവായിട്ട് ട്രെയിനിങ് എടുക്കുന്ന ഒരു ഒരു വ്യക്തിത്വമാണ് ഗോപാലൻ സാറ്. സാറിൻ്റെ പ്രൊഫൈൽ ഒരുപാടുണ്ട്. ഞാൻ അതിൽ കുറച്ചൊക്കെ വായിക്കാം. ഇത് വായിക്കുമ്പോൾ എനിക്ക് ഒരു 15 മിനിറ്റ് ഒക്കെ എടുക്കുന്നതാണ്. സാറ് കോർപ്പറേറ്റ് ട്രെയിനറാണ്, കരിയർ കൗൺസിലറാണ്, ടാക്സ് കൺസൾട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഒരുപാട് സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. MG യൂണിവേഴ്സിറ്റിയിൽ നിന്നടക്കം MCOM ചെയ്തിട്ടുണ്ട്. പിന്നെ കൗൺസിലിംഗ് സൈക്കോളജി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സിൽ 25 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉണ്ട്. ഫസ്റ്റ് ഫ്ലൈറ്റ് കൊറിയേഴ്സിൻ്റെ റീജിയണൽ അക്കൗണ്ട്സ് മാനേജറാണ്. അതുപോലെ തന്നെ സുധർമ്മ മെട്രോപോളിസിൻ്റെ ഡെപ്യൂട്ടി മാനേജറായിരുന്നു. കല്യാൺ മൊബൈൽസിൻ തൃശ്ശൂർ ഓട്ടോമൊബൈൽസിൻ്റെ ഫൈനാൻസ് മാനേജറാണ്. BRD മോട്ടോഴ്സ് CFO ആണ്. അതുപോലെ ടാക്സ് കൊച്ചി ലേണിംഗ് സെൻറ്റർ ആൻഡ് കൺസൾട്ടൻസി എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. അതുപോലെ അങ്ങനെ ഒരുപാട് അങ്ങനെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പോസിറ്റീവ് കമ്മ്യൂണിൻ്റെ സ്റ്റേറ്റ് ട്രെയിനിങ് ഫെല്ലോ ആണ്. ലൈഫ് ടെക് സൊല്യൂഷൻസിൻ്റെ ട്രെയിനറാണ്. പോസിറ്റീവ് കമ്മ്യൂണിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. SRF ഡയറക്ടറാണ്. തൃശ്ശൂർ ചാപ്റ്ററിൻ്റെ SRF ഡയറക്ടറാണ്. അതുപോലെ തന്നെ ഫൈനാൻസിൽ ഒരുപാട് കോഴ്സുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഫൈനാൻസ് ട്രെയിനറാണ്. അമൃത യൂണിവേഴ്സിറ്റി ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് അവരുടെ കരിയർ കൗൺസിലിംഗ് അടക്കമുള്ള അല്ലെങ്കിൽ അവരുടെ ട്രെയിനിങ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെ ഞാൻ വളരെ സ്നേഹപൂർവ്വം, ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല, ഇപ്പോൾ തന്നെ നമുക്ക് സമയം 7:18 വളരെ സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു പ്രസാദ് സർ. യെസ്, തുടങ്ങാം നമുക്കല്ലേ? യെസ്. സന്തോഷം. പലപ്പോഴും നിങ്ങളെല്ലാവരും ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ളവരാണോ? ട്രെയിനിൽ യാത്ര ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടോ? ഞാൻ ചോദിക്കുന്നത് ട്രെയിനിൽ യാത്ര ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടോ ചോദിക്കുന്നതിന് കുറെ കൂടി നല്ലത്. ഉണ്ടാവില്ല സാറേ. എല്ലാവരും ഉണ്ടാവും അല്ലേ? സന്തോഷം. നമുക്ക് ഇതൊരു സെഷൻ എന്ന് പറയുന്നത് ഒരു ഇന്ററാക്റ്റീവ് സെഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരസ്പരം നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പരസ്പരം മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഒക്കെ മിണ്ടിയേ പറ്റും. അപ്പോൾ എല്ലാവരും നമ്മുടെ ഒന്നൊക്കെ തുറന്ന്, നമ്മുടെ വിൻഡോ ഒക്കെ തുറന്ന്, ഗ്ലാസ് ഒക്കെ തുറന്ന് ഒന്നൊക്കെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങളുടെ മുഖമൊക്കെ കാണുമ്പോൾ കുറച്ചും കൂടി നമുക്ക് സന്തോഷത്തിൽ കുറേ നല്ല തണുത്ത കാറ്റ് നമുക്ക് വരും. ആ കാറ്റ് നമുക്ക് യാത്രയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. മൂടിക്കെട്ടിയിരിക്കാതെ, പ്രത്യേകിച്ചും ഈ വൈകുന്നേരത്തെ ഈ മഴക്കാലത്തൊക്കെ ഒന്ന് ആ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട്, ഇപ്പം മഴ മാറിയിരിക്കുകയാണ്, ഒന്ന് തുറന്ന് എല്ലാവരെയും മുഖം പരസ്പരം സംസാരിച്ചാൽ നമുക്ക് എളുപ്പമാണ് യാത്ര. നിങ്ങളെല്ലാവരും ടൈറ്റിൽ കണ്ടിട്ടുണ്ടോ? ചെന്നൈ എക്സ്പ്രസ് എന്നാണ് കണ്ടത്. നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഏത് ട്രെയിനിൽ യാത്ര ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം? സാധാരണ രീതിയിൽ ട്രെയിനിൽ യാത്ര ചെയ്തവരാന്ന് പറയും. ഏത് ട്രെയിനിൽ യാത്ര ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം? സ്ലീപ്പർ ക്ലാസ്. വന്ദേ ഭാരത്. ഓക്കെ. പിന്നെ മെമു. ഓക്കെ. പിന്നെ സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്. സാറേ, സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സുകൾ. സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സുകളുണ്ട്. പാസഞ്ചർ ട്രെയിനോ? ഒരു പക്ഷേ നമ്മളുടെ യാത്രകളിൽ ഏറ്റവും മനോഹരമാകുക സത്യം പറഞ്ഞാൽ പാസഞ്ചർ ട്രെയിനിലെ യാത്രകളായിരിക്കും. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കളെ, ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ സ്ഥിരം യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ട്രെയിനിൽ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ലോക്കൽ ട്രെയിനുകളായിരിക്കും. പക്ഷേ നമുക്കൊരു ഓവർനൈറ്റ് ജേണിയോ അല്ലെങ്കിൽ ഇതൊക്കെ വരുമ്പോൾ എപ്പോഴും നമ്മളെപ്പോഴും സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളോ അല്ലെങ്കിൽ മെയിലോ എക്സ്പ്രസിലേക്കാണ് സാധാരണ ചെയ്യുക. ഞാനിവിടെ നമ്മൾ ട്രെയിനുമായിട്ടാണ് ബന്ധപ്പെട്ടെങ്കിലും ചെന്നൈ എക്സ്പ്രസ് നിങ്ങളെല്ലാവരും കണ്ട സിനിമയാണ്. അതുകൊണ്ട് ഞാൻ ചെന്നൈ എക്സ്പ്രസിലേക്ക് പോകുന്നില്ല. ചെന്നൈ മെയിൽ നിങ്ങൾ കണ്ട സിനിമകളാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരുവിധ ആളുകൾ കണ്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ യൂട്യൂബിൽ അവൈലബിൾ ആണ്. നമ്മൾ അത് കണ്ടൊരു സിനിമയെക്കുറിച്ച് ഇവിടെ വിശദീകരിക്കുന്നതിൽ വലിയ അർത്ഥമില്ല. ഈവൻ പാസഞ്ചർ എന്ന് പറഞ്ഞ ശ്രീനിവാസനും ദിലീപും ഉള്ള ട്രെയിൻ, അതും നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ഏരിയയിലൊക്കെ. പക്ഷേ അതിലേക്ക് പോകുന്നത്. പക്ഷേ എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്ഥിരം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ട്രെയിനുമായിട്ടൊന്ന് കണക്ട് ചെയ്യുമ്പോൾ, നമ്മളെല്ലാം ട്രെയിനേഴ്സാണ്, കൗൺസിലേഴ്സാണ്. നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ എന്തായിരിക്കും? ഒരു പക്ഷേ എനിക്കതാണ് അറിയാൻ ആഗ്രഹം. ആർക്ക് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് പറയാം. സമയത്ത് എത്തുമോ എന്നുള്ള ചിന്ത ആദ്യം വരും. ടൈം മാനേജ്മെന്റ് വേണമെങ്കിൽ നമുക്ക് ട്രെയിനർ എന്ന് വിളിക്കുമ്പോൾ ടൈം മാനേജ്മെന്റ് വേണമെങ്കിൽ കണക്ട് ചെയ്യാലോ. താങ്ക് യു സാർ. ഓക്കെ. പിന്നെ Contact with the co-passengers. എന്ത് സാറേ?
contact with the co-passengers. കൂടെയുള്ള പാസഞ്ചേഴ്സിനെ നമുക്ക് കോണ്ടാക്ട് ചെയ്യുക, അക്കോമഡേറ്റ് ചെയ്യുക, കണക്ഷൻ ഉണ്ടാക്കുക. ഓക്കെ, താങ്ക് യു മാത്യു ഫാദർ. ഓക്കെ, പിന്നെ സമയത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തണം. ഓക്കെ, ഒരു യാത്ര തുടങ്ങിയാൽ ജോസഫ് സാർ കൃത്യമായിട്ട് ഇത് പറഞ്ഞു, യാത്ര തുടങ്ങിയാൽ ഡെസ്റ്റിനേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ പലപ്പോഴും പല ആളുകളും കണ്ടിട്ടുണ്ട്, ട്രെയിൻ കയറുമ്പോൾ ഒരു പക്ഷേ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേക്ക് ചെല്ലുമ്പോൾ ഏറ്റവും ആദ്യം ഇരിക്കുമ്പോൾ നമ്മൾ ടിക്കറ്റ് കൗണ്ടർ എടുക്കുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തായിരിക്കും ആ ചോദ്യം? ടൈമിലാണോ, ട്രെയിൻ ടൈമിലാണോ? അത് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും ഒരു പക്ഷേ ടിക്കറ്റ് തരാനിരിക്കുന്ന കൗണ്ടറിൽ ഇരിക്കുന്ന നമുക്ക് ടിക്കറ്റ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഡെസ്റ്റിനേഷൻ. എവിടേക്കാണ്, എങ്ങോട്ടാണ് യാത്ര? എനിക്കും നിങ്ങളോട് എല്ലാവരോടും ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ യാത്ര എങ്ങോട്ടാണ്? അതോടൊപ്പം തന്നെ നമ്മുടെ യാത്ര ആരുടെ ഒപ്പമാണ്, ആരുടെ കൂടെ യാത്ര ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം? ഇതൊന്ന് നിങ്ങൾ മനസ്സിൽ കുറിച്ച് വെച്ചേക്കുക. എനിക്ക് എല്ലാത്തിനും ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടല്ല എങ്കിൽ പോലും നമ്മളൊരു യാത്ര തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, യാത്ര ഡെസ്റ്റിനേഷൻ എവിടേക്കാണ്, ആരുടെ ഒപ്പമാണ്, ആരുടെ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഇനി ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ എപ്പോഴെങ്കിലും യാത്ര തുടങ്ങിയിട്ട്, നമ്മുടെ ഈ യാത്രയിൽ പല യാത്രകളുണ്ട്, എപ്പോഴെങ്കിലും യാത്ര നമ്മൾ ഒന്ന് മാറി കയറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ യാത്ര അവസാനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ മാറി കയറേണ്ടി വന്നിട്ടുണ്ട്. ബസ് ചിലപ്പോൾ പ്രോബ്ലം ഒക്കെ വന്നിട്ടുണ്ടപ്പോൾ മാറി കയറേണ്ടി വന്നിട്ടുണ്ട്. ട്രെയിൻ മാറി കയറി വന്നിട്ടുണ്ട്. ഇടയ്ക്ക് നമുക്ക് ചോദിക്കില്ലേ, നമ്മൾ ഈ പാസഞ്ചറിൽ യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഈ മറ്റേ മെയിലും എക്സ്പ്രസ് ഒക്കെ സാധാരണ കയറ്റി വിടും. അപ്പം നമുക്ക് ചോദിക്കും, അയ്യോ ഈ ട്രെയിനിൽ കയറണ്ടായിരുന്നു, മറ്റേ ട്രെയിനിൽ കയറിയാൽ മതിയായിരുന്നു. ഇടയ്ക്ക് ട്രെയിൻ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആളുകളോട് ചോദിച്ചാൽ ഒരു പക്ഷേ പറയുമായിരിക്കും. ശരിയാണോ? ശരിയാണ്. ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഏത് ട്രെയിനിൽ കയറിയാലും ആ ട്രെയിനിൽ കയറുമ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മറ്റു ട്രെയിനുകൾ നോക്കിയിട്ട് കാര്യമില്ല. എന്തായാലും നമുക്ക് യാത്രയിലൂടെ, ഞാൻ യാത്ര ചെയ്ത 2-3 യാത്രകളുണ്ട്. ഒന്നൊരു ചെന്നൈയിലേക്ക് തന്നെയാണ് എൻ്റെ ആദ്യത്തെ യാത്ര, അതിൻ്റെ ചെറുപ്പകാലത്തായിരുന്നു. മറ്റൊരു യാത്ര ഡൽഹിയിലേക്കായിരുന്നു, അതും പറയാം. മറ്റൊരു യാത്ര കേരളത്തിനകത്ത് തന്നെയാണ്, ആലുവയിൽ നിന്നും തൃശ്ശൂർ വരെയുള്ള യാത്രയുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എൻ്റെ യാത്ര തൃശ്ശൂരിൽ നിന്ന് കോട്ടയത്തേക്കുള്ള യാത്രയാണ്. നമുക്കിതിലേക്ക് വരാം. സോ ആർ യു റെഡി? ഓക്കെ, അപ്പം നിങ്ങളുടെയും കൂടി ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് മാത്രമേ നമുക്ക് യാത്രയിൽ പോകുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, കൂടെയുള്ള ആളുകളായിട്ട് സംസാരിച്ച് പോകുമ്പോഴാണ് ഏറ്റവും എളുപ്പം, അല്ലേ? നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുള്ളൂ. ഒരു ഓവർനൈറ്റ് ജേണി ആണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ആരോടും കൂടി സംസാരിച്ചെന്ന് വരില്ല. പക്ഷേ ഞാൻ എൻ്റെ ഒരു ഡൽഹി യാത്ര എനിക്കറിയാം, നല്ല 2 ദിവസത്തെ യാത്രയാണെങ്കിൽ, ഇവിടെ ആരെങ്കിലും ഡൽഹി യാത്ര ചെയ്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ശരിക്കും 2 ദിവസം ഒരു ജേണി യാത്ര ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ആരാണ്? ഓക്കെ, ഫാദർ മാത്യു സാർ, എന്താണ് ആ യാത്രയിൽ ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ എന്താണ് പെട്ടെന്ന് നമ്മൾ തുടങ്ങുമ്പോൾ ഒക്കെ എങ്ങനെയായിരിക്കും? യാത്രയിൽ കുറെ ആൾക്കാരെ കണ്ടുമുട്ടി, പല ടൈപ്പിലുള്ള ആൾക്കാരെ. സംസാരം കുറവായിരിക്കില്ലേ ആദ്യം സംസാരം കുറവായിരിക്കും, പിന്നെ എല്ലാവരുമായിട്ട് സംസാരിക്കും. പതുക്കെ സംസാരിച്ച് തുടങ്ങും. തിരിച്ച് നമ്മൾ ഡൽഹിയിൽ എത്തുമ്പോഴേക്കും നമ്മൾ ഭയങ്കര നമുക്ക് നാട്ടിൽ പറയാം അടയും ചക്കരയായിട്ട് ഭയങ്കര നമുക്ക് വിട്ടാൽ പിരിയാത്ത അറ്റാച്ച്മെന്റ് ആയിരിക്കും. പക്ഷെ ശരിയാണോ? അതെ. അതേമാതിരിയാണ് തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ. എൻ്റെ ഡൽഹി യാത്ര ഉണ്ടായിരുന്നു, അതാ ഞാൻ പറയാൻ കാരണം. നമുക്ക് അങ്ങോട്ട് കയറി ഇരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ വരും, പക്ഷെ മലയാളിയാണെന്നൊക്കെ പറഞ്ഞ് തിരിച്ച് ഇങ്ങോട്ടൊക്കെ ഒരു മലയാളിയാണെന്ന് അറിയുമ്പോൾ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ പരിചയപ്പെടും. പിറ്റേ ദിവസം ട്രെയിനിൽ ഇറങ്ങുമ്പോൾ പോലും നമ്പറൊക്കെ വാങ്ങിച്ച് പിന്നെയും വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ട്രെയിൻ യാത്രകൾ എപ്പോഴും മനോഹരമായ ഓർമ്മകൾ തരുന്ന യാത്രകളാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് തിരിച്ച് വേറെ വ്യത്യാസം ഉണ്ടാവില്ല. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ പല ടേണിംഗ് പോയിന്റുകളും ഒരുപക്ഷെ ട്രെയിൻ യാത്രയായിരിക്കും. അങ്ങനെ ആരെങ്കിലും മറക്കാനാവാത്ത ട്രെയിൻ യാത്ര വല്ലതും ഉണ്ടോ ഷെയർ ചെയ്യാൻ പറ്റിയ? നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനിച്ച അല്ലെങ്കിൽ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ട്രെയിൻ യാത്ര ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാനുണ്ടോ? യാത്ര ചെയ്തവരോടാണ് ചോദ്യം. എനിക്ക് ധാരാളം കണക്ഷൻസ് വിട്ടുപോയിട്ടുണ്ട് ട്രെയിനിൽ, യൂറോപ്പിൽ വെച്ച്. കണക്ഷൻസ് വിട്ടുപോയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ടെൻഷൻ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഒരു ദിവസം തന്നെ 8-9 ട്രെയിൻ മാറിക്കയറേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ. ചില കണക്ഷൻസ് എല്ലാം വിട്ടുപോകും. ഒരു ടെൻഷൻ ഉണ്ടാവും, ആൻസൈറ്റി ഉണ്ടാവും. ഓക്കെ. ഇവിടെ നമ്മുടെ ഇവിടത്തെ വേറെ ആർക്കെങ്കിലും ഉണ്ടോ ഷെയർ ചെയ്യാനായിട്ട്? എന്തായാലും ഒന്നും മിണ്ടാത്തെ?
ചിലപ്പോൾ നമ്മൾ ഒരു ബന്ധം തുടങ്ങും, ജീവിതം മുഴുവൻ പോകുന്ന ബന്ധങ്ങൾ തുടങ്ങും യാത്രയിൽ തന്നെ. ശരിയാ ജോസഫ് സാറേ, താങ്ക് യു. പലപ്പോഴും ചില ആളുകൾ, സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആളുകൾ പരിചയപ്പെടുകയും ജീവിത പങ്കാളികളൊക്കെ ആക്കിയിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പല രീതിയിലും, സാധാരണ പ്രത്യേകിച്ചും സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആളുകൾ, സ്ഥിരമായിട്ട് ട്രെയിൻ യാത്ര, പിന്നെ മാത്രമല്ല നമ്മൾ ഈ ട്രെയിനിലൊക്കെ, പ്രത്യേകിച്ച് ലോക്കൽ ട്രെയിനൊക്കെ മെമ്മു അല്ലെങ്കിൽ ലോക്കൽ ട്രെയിനുകളൊക്കെ കണ്ടെന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ആളുകളുണ്ട്. പിന്നത്തെ സ്റ്റേഷനിൽ കയറുമ്പോൾ അവരെ പിടിച്ചിരുത്തി, പണ്ടൊക്കെ ഷീട്ട് കളിയായിരുന്നു, ഇപ്പൊ പിന്നെ അതൊന്നും പറ്റില്ല. പക്ഷെ ഇപ്പൊ ഒക്കെ അന്താക്ഷരിയൊക്കെ കളിക്കുന്ന, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പരദൂഷണം പറയുന്ന ഒക്കെ പല രീതിയിൽ, പല ഫ്രണ്ട്ഷിപ്പ്. പക്ഷെ ആ ബന്ധത്തിന് കുറെ ഭയങ്കരമായിട്ട് നമുക്ക് ഊർജം പലപ്പോഴും കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ ഒരുപക്ഷെ ഉണ്ടാവും. എനിക്കൊക്കെ അങ്ങനത്തെ അനുഭവങ്ങൾ ഇഷ്ടംമാതിരി ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് ഊർജം പകരുന്ന യാത്രകളായിട്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇവിടെ നിങ്ങളുമായിട്ടൊന്ന് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ട്രെയിനിൽ, ഞാൻ ട്രെയിനിന്റെ ചില കമ്പോണൻസുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചെറിയൊരു വേറെ രീതിയിലേക്കാണ് ഉദ്ദേശിച്ചത്. ആദ്യം നമ്മൾ ട്രെയിനിലേക്ക് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് എന്തായിരിക്കും? എൻക്വയറി കൗണ്ടർ. എന്താ സാറേ? എൻക്വയറി കൗണ്ടർ. എൻക്വയറി കൗണ്ടർ. തിരിച്ച് പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് നമ്മൾ ട്രെയിൻ പിടിക്കാൻ വരുമ്പോൾ നമ്മൾ ഇത് തൊട്ടടുത്ത പ്ലാറ്റ്ഫോമിലേക്കൊക്കെ പോകണമെങ്കിൽ കുറെ വെണ്ടേഴ്സ് ചായ കാപ്പി പറഞ്ഞിട്ട് ഓക്കെ. പിന്നെ ആളുകൾ പാസഞ്ചേഴ്സ്, സാറേ മറ്റു പാസഞ്ചേഴ്സ് പിന്നെ ഫാമിലികൾ. ഓക്കെ. പിന്നെ കാത്തിങ്ങനെ ഇരിക്കുന്നുണ്ടാവും ട്രെയിനുകൾ, ആളുകൾ കാത്തിരിക്കുന്നുണ്ടോ? പിന്നെ അത്രയേ ഉള്ളൂ. ട്രെയിൻ ടൈമിലാണോ നോക്കും, എപ്പോഴും ട്രെയിൻ ടൈമിലാണോ നോക്കും. ഓക്കെ, ഫൈൻ. ഓക്കെ. സ്റ്റേഷൻ നോക്കും. സ്റ്റേഷൻ നോക്കും. ഓക്കെ, ഫൈൻ. നിങ്ങൾക്ക് എന്റെ PPT കാണാമെന്ന് തോന്നുന്നു, ഉണ്ടോ? കാണാം. ഓക്കെ. ഞാൻ ഒരു പക്ഷെ ട്രെയിൻ എന്ന് ഉദ്ദേശിച്ചപ്പോൾ, നമ്മൾ ട്രെയിനറാണ്, കൗൺസിലേഴ്സ് ആണ്, നമുക്ക് എങ്ങനെ ഈ ട്രെയിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകും. നമ്മളെല്ലാവരും ഇരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വൈ വി ആർ ഹിയർ. നമ്മളല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഈ സെഷന് വേണ്ടി നമ്മൾ ഇരിക്കുന്നത്? നമ്മുടെ ലക്ഷ്യം എന്താ ശരിക്കും പറഞ്ഞാൽ? ആത്യന്തികമായിട്ട് നമ്മളെല്ലാവരും ലക്ഷ്യം എന്താ ശരിക്കും? ആസ് എ ട്രെയിനർ, ആസ് എ കൗൺസിലർ, ആസ് എ ഹ്യൂമൻ ബീങ് എന്തായിരിക്കും നമ്മുടെ ഒരു ആത്യന്തികമായ ലക്ഷ്യം എന്തായിരിക്കും? സക്സസ്ഫുൾ ആയിട്ടുള്ള കരിയർ മുമ്പിലേക്ക് പോകാൻ. സക്സസ്ഫുൾ കരിയറായിട്ട് കൊണ്ടുപോകാം. അതിന്റെ അർത്ഥം സാറേ, നമ്മൾ ഹാപ്പിനെസ് എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? തീർച്ചയായിട്ടും ഒരു ഹാപ്പി ലൈഫ്. നമ്മളൊരു നമ്മളിപ്പോ ഏത് സെഷൻ എടുത്താലും, എവിടെയാണെങ്കിലും നമ്മളെല്ലാം നമ്മളെ മുന്നിലേക്ക് നയിക്കുന്ന ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഹാപ്പിനെസ്സിലേക്കാണ്. ശരിയല്ലേ? അതെ. അപ്പൊ ഏത് യാത്രയുടെ അവസാനം നമ്മൾ എത്താൻ ആഗ്രഹിക്കുന്ന യാത്ര ഹാപ്പിനെസ് ആണ്. ഓക്കെ. അപ്പോൾ ഞാൻ ട്രെയിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചു എന്താണ് ട്രെയിനിലേക്ക് വരുമ്പോൾ, പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരുമ്പോൾ, ഒരു പക്ഷേ നമ്മൾ അടുത്ത ട്രെയിൻ വരുന്ന, ഒരു പക്ഷേ നമ്മുടെ ഇടയ്ക്ക് ചില ആളുകൾ ക്രോസ് ചെയ്ത് വരും. അവിടെ നിങ്ങൾ ട്രാക്ക് കാണുന്നുണ്ടോ? ട്രാക്ക് കാണാറുണ്ടോ? ഓഫ് കോഴ്സ് കാണാം. യെസ്. ആസ് എ ട്രെയിനർ എനിക്ക് നിങ്ങളോട് പരിചയപ്പെടുത്താൻ ട്രാക്കിനെ നമ്മളെ എങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ട്രാക്ക്. ഇത് പക്ഷെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ട്രാക്കിന് എപ്പോഴും ഒരു അലൈൻമെന്റ് ഉണ്ടാവും. ശരിയാണോ? ഒരു അലൈൻമെന്റ് ഉള്ള ഒരു ട്രാക്കിലൂടെ മാത്രമേ, കൃത്യമായിട്ടുള്ള അലൈൻമെന്റ് ട്രാക്കിലൂടെ മാത്രമേ ട്രെയിൻ കടന്നു പോവുകയുള്ളൂ. എന്റെ ചോദ്യം, നമ്മളുടെ ട്രാക്ക് അലൈൻഡ് ആണോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം, നമ്മളുടെ ട്രാക്ക് കൃത്യമായിട്ട് അലൈൻഡ് ആണോ എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും ആരും ഒന്നും മിണ്ടാത്തെ? ആണെന്ന് വിശ്വസിച്ചാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആണെന്ന് വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് നമ്മളെ വിശ്വാസമാണ് തീർച്ചയായിട്ടും സാറേ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വേണ്ടത്. നമുക്ക് വിശ്വാസവും ആത്മവിശ്വാസവും ഇല്ലെങ്കിൽ നമ്മൾ എവിടെ എത്തുക? ഓക്കെ. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ട്രെയിന് മുന്നോട്ട് പോകണമെങ്കിൽ കൃത്യമായിട്ട് അലൈൻമെന്റില്ലേ. നമ്മൾ കാറ് ഇടയ്ക്ക് നമ്മൾ വീൽ അലൈൻമെന്റും വീൽ ബാലൻസും ഒക്കെ നോക്കും. എന്തിനു വേണ്ടിയിട്ടാ? കാറ് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാ. നമ്മളുടെ ട്രാക്ക് എന്ന് പറഞ്ഞാൽ, ട്രാക്കിൽ പല കാര്യങ്ങൾ. ട്രാക്ക് അലൈൻമെന്റ് എന്ന് പറയുമ്പോൾ, നമ്മുടെ ലൈഫിൽ നമ്മളുടെ ട്രാക്ക് കറക്റ്റ് അല്ല എങ്കിൽ
നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഹാപ്പിനെസ്സിലേക്ക് എത്താൻ കഴിയില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് സൂചിപ്പിച്ചത്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അലൈൻ യുവർ പാത്ത് വിത്ത് പർപ്പസ്. നമുക്ക് പർപ്പസ്, ഡെസ്റ്റിനേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ആ ഡെസ്റ്റിനേഷനിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അലൈൻമെന്റ് കൃത്യമായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്താൽ മാത്രമേ അത് നമ്മൾ തന്നെ ഉണ്ടാക്കണം. നമ്മുടെ അലൈൻമെന്റ് നമ്മൾ തന്നെ ചെയ്യണം. നമ്മളെ പാത്ത് നമ്മൾ തന്നെ, വേറെ ആരും ഉണ്ടാവില്ല. ഇഫ് യു ആർ റെഡി ടു ഡു ദാറ്റ്, നമ്മുടെ യാത്രകൾ മനോഹരമായിരിക്കും, നമ്മുടെ യാത്രകൾ സുഖകരമായിരിക്കും, നമ്മളെ യാത്രകൾ സന്തോഷകരമായിരിക്കും. പക്ഷെ ഞാൻ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പോകുന്ന ഈ ട്രാക്ക് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഞാനിത് ഒരു പേഴ്സണൽ ഗ്രോത്തിലേക്ക് പോകുമ്പോൾ ഞാൻ ഇതിനൊരു ഫിനാൻഷ്യൽ ഗ്രോത്തിലേക്കും കൂടി, ഫിനാൻഷ്യൽ ഗോളിലേക്കും കൂടി ഇത് കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. എൻ്റെ ചോദ്യം, ട്രാക്ക് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ആസ് എ ഫിനാൻഷ്യൽ, ഞാൻ കൂടുതൽ ഫിനാൻഷ്യൽ ചോദിക്കും, ട്രാക്ക്, നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് ട്രാക്ക് ഉണ്ടോ എന്നുള്ളതാണ്. നമ്മൾ അലൈൻമെന്റ് കറക്റ്റ് ആണ് എന്നൊക്കെ ശരിയാണ്, പക്ഷേ ജീവിതം മനോഹരമാകണമെങ്കിൽ, ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ, നമ്മുടെ വണ്ടി മുന്നോട്ട് പോകണമെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങളുടെ എക്സ്പെൻസിനെ കുറിച്ചുള്ള ട്രാക്ക് നിങ്ങളുടെ കയ്യിലുണ്ടോ? എനിക്കതിന് ഉത്തരം പറയണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല, കാരണം എന്താ വെച്ചാൽ നിങ്ങളൊക്കെ മെച്യൂർഡ് ആയിട്ടുള്ള ആളുകളാണ്. പക്ഷേ നിങ്ങളുടെ എക്സ്പെൻസിനെ കുറിച്ച് നിങ്ങൾക്ക് ട്രാക്ക് ഉണ്ടോ? നമുക്ക് ഏറ്റവും കൂടുതലില്ലേ, നമ്മളെ ഏറ്റവും കൂടുതൽ നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മളെല്ലാവരും. കുറേ ആളുകളൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾ അങ്ങനെ ആയിക്കോളണം എന്ന് ഞാൻ പറയുന്നില്ല, കൃത്യമായിട്ട് ട്രാക്കും കാര്യങ്ങളിലായിരിക്കും. പക്ഷേ ഭൂരിപക്ഷം ആളുകളും ഒരു 80% ആളുകൾ കൃത്യമായിട്ട് ഒരു ഫിനാൻഷ്യൽ ട്രാക്ക് ഇല്ലാത്ത ആളുകൾ. നമ്മൾ മറ്റൊന്ന്, നിങ്ങളുടെ ഒരു ട്രാക്ക്, കരിയർ ട്രാക്ക് കൃത്യമായിട്ടുണ്ടോ? ഇത് സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, സ്വയം നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്, മറ്റുള്ളവരോടും ചോദിക്കേണ്ട, നമ്മൾ കരിയർ കൗൺസിലിലേക്കൊക്കെ പോകുമ്പോൾ ചോദിക്കേണ്ട ചോദ്യമാണ്, നിങ്ങളുടെ കരിയർ കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ടോ? ഹെൽത്ത് പ്രോപ്പർ ആണോ? വെൽത്ത് പ്രോപ്പർ ആണോ? ട്രെയിൻ നമ്മളെ പഠിപ്പിക്കുന്ന അലൈൻമെന്റ് ട്രാക്കിലാണെങ്കിൽ ഞാൻ അതിന് പേഴ്സണൽ ഇതിലേക്ക് കണക്ട് ചെയ്യുകയാണ്. നമ്മുടെ എക്സ്പെൻസുകൾ, നമ്മുടെ കരിയർ, ഹെൽത്ത്, വെൽത്ത്. ഒരുപക്ഷെ നമ്മുടെ ഡെസ്റ്റിനേഷൻ മുന്നോട്ട് പോകണമെങ്കിൽ ഈ 4 കോച്ചുകളും ഇമ്പോർട്ടൻ്റ് അല്ലേ ബേബി സാറേ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഇവിടെ ഏതെങ്കിലും ഒരു കോച്ചിൽ എവിടെയെങ്കിലും ചെറിയ കണക്ഷൻസ് വിട്ടുപോയാൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ മോശമാകും. ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തില്ല, നമ്മൾക്ക് ഇടയ്ക്ക് വെച്ച് നമുക്ക് ഇറങ്ങേണ്ടി വരും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അല്ലെങ്കിൽ എനിക്ക് നമ്മളോട് പറയാനുള്ളത്, ഞാൻ ഉപദേശിക്കാൻ ആളല്ല, പക്ഷെ നമ്മളൊക്കെ ഈ ഒരു ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു ട്രാക്കും കൂടി നമുക്ക് ഉണ്ടാകണം. ആസ് എ കരിയർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവരോട് പറയാൻ പറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ ഉപദേശിക്കുക എന്നുള്ളതല്ല, അതിനേക്കാൾ കൂടുതൽ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. നമ്മളിപ്പോൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ വാട്ട് ഈസ് യുവർ റിട്ടയർമെന്റ് പ്ലാൻ എന്ന് ചോദിച്ചാൽ പല ആളുകളും മുകളിലേക്ക് നോക്കുന്ന ഒരവസ്ഥയാണ്. അതിൻ്റെ അവസ്ഥയൊക്കെ നമുക്ക് പലപ്പോഴും അറിയാം. സോ എനിക്ക് പറയുന്നത്, ട്രാക്ക് യുവർ അലൈൻമെന്റ് ആണെങ്കിൽ നിങ്ങളുടെ ട്രാക്ക് യുവർ ഫിനാൻഷ്യൽ പാത്തിലേക്ക് പോകുമ്പോൾ ഈ ഒരു 4 എണ്ണം ട്രാക്ക് ചെയ്യണം എന്ന് മാത്രമാണ് എനിക്ക് ആമുഖമായിട്ട് എനിക്ക് പറയാം. ട്രെയിനിന്റെ ടി എന്ന് വെച്ച് വരുമ്പോൾ അങ്ങനെയാണെങ്കിൽ 6 എന്തായിരിക്കാം? ട്രെയിൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു വാഹനം ട്രെയിനാണ്. ശരിയാണോ ജോസഫ് സാറേ, പോൾ സാറേ? എന്തുകൊണ്ടാണ് അത് കൂടുതൽ നമ്മൾ ഉദ്ദേശിക്കുന്ന? ഒന്ന്, റിലയബിലിറ്റി അല്ലേ, നമുക്ക് കുറെ കൂടി വിശ്വസിക്കാം. അതെ, ഒരു ട്രാക്കിൽ കൂടി തന്നെയാണ് അത് പോകണമെന്നുള്ളത് ഒരു റിലയബിൾ പോയിന്റ് ആയതുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുള്ള ഒരു വിശ്വാസമാണ് നമുക്കുള്ളത്. ഏകദേശം ഒക്കെ വലിയ ബുദ്ധിമുട്ടുകൾ, ഈവൻ ക്ലൈമറ്റ് ചേഞ്ച്, അങ്ങനെ എന്തെങ്കിലും ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഇല്ലെങ്കിൽ ഒരു പരിധി വരെ ട്രെയിൻ ഒരു പരിധി വരെ ടൈം മാനേജ്മെന്റ് വെച്ച് പോകുന്നതാണ്. ഡിപ്പെൻഡബിൾ ആണ്, കൃത്യസമയത്ത് നമുക്ക് എവിടെയെങ്കിലും എത്തിച്ചെല്ലാൻ പറ്റും. ട്രസ്റ്റ് വർത്തിയാണ് ട്രെയിൻ. ബസ്സിന് പോയാൽ ഇന്ന് തൃശ്ശൂരിൽ നിന്ന് എറണാകുളം വരെ ബസ്സിന് പോയാൽ എപ്പോൾ എത്തുന്നത് നമുക്ക് പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്. തൃശ്ശൂരിൽ നിന്ന് അല്ലേ, നമുക്ക് 2 ദിവസം യാത്ര ഈ പേപ്പർ ന്യൂസുകളിലൊക്കെ കണ്ടാൽ അറിയാൻ പറ്റും. നമ്മളെപ്പോഴും ട്രെയിൻ നമ്മളോട് പറയുന്നത് എപ്പോഴും റിലയബിൾ ആയിരിക്കണം, കൺസിസ്റ്റന്റ് ആയിരിക്കണം, ഡിപ്പെൻഡബിൾ ആയിരിക്കണം. ആസ് എ കൗൺസിലർ, ആസ് എ ഫാമിലി മെമ്പർ, ആസ് എ പാരന്റ്, നമ്മൾ ട്രെയിനും സമയത്തൊന്നും താമസിച്ചു ഓടുന്നതാണ് ട്രെയിൻ. സാറേ, താമസിച്ച് പോകുന്ന ട്രെയിൻ വളരെ കുറവാണ് സാറേ. ഇപ്പൊ പഴയ മാതിരിയല്ല സാർ. ഞാൻ സ്ഥിരമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. അതൊക്കെ ചെറിയൊരു 10-15 മിനിറ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ സ്ഥിരമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളാണ്. ഞാൻ അതിനെ ഡിഫെൻഡ് ചെയ്യില്ല, ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിൽ പോലും ബസ്സിനെ അപേക്ഷിച്ച്, പ്രത്യേകിച്ചും ബസ് യാത്രയെ അപേക്ഷിച്ച് ട്രെയിൻ കുറേയും കൂടി ടൈം മാനേജ്മെന്റ് നോക്കുന്ന ഒരു രീതിയിൽ കുറേയും കൂടി
റിലയബിൾ ആണെന്നാണ് ഞാൻ പറയുന്നത്. ടൈം മാനേജ്മെന്റിനേക്കാളും കൂടുതൽ കുറേ കൂടി റിലയബിൾ ആണ്, കൂടുതൽ ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, സാധാരണക്കാരൻ പ്രാപ്യമാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ഇടയ്ക്ക് ചോദിച്ചതേ ഉള്ളൂ. ആ ഓക്കെ. അങ്ങനെയാണെങ്കിൽ ട്രെയിൻ നമ്മുടെ ചോദ്യം എന്ന് വെച്ചാൽ നമ്മൾ എത്ര പേർക്ക് റിലയബിൾ ആണ്. എൻ്റെ ചോദ്യം നമ്മൾ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം, ആർ വി റിലയബിൾ ടു അതേഴ്സ്, ആർ വി റിലയബിൾ ടു അവർ പാരൻസ്, ആർ വി റിലയബിൾ ടു അവർ ചിൽഡ്രൻസ്, ആർ വി റിലയബിൾ ടു അവർ ഫ്രണ്ട്സ്? സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം. ട്രെയിൻ നമ്മളെ പഠിപ്പിക്കുന്ന ഇത്തരം കാര്യങ്ങൾ റിലയബിലിറ്റിയും കൺസിസ്റ്റൻസും ഡിപ്പെൻഡബിളും ട്രസ്റ്റ് വർത്തിയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠം എന്താ വെച്ചാൽ വി ആർ ഓൾസോ റിലയബിൾ ടു അതേഴ്സ്. നമ്മളെ കാത്ത് കുറെ ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്, വീട്ടിൽ നിൽക്കുന്നുണ്ട്, ഓഫീസിലുണ്ട്, സമൂഹത്തിൽ നിൽക്കുന്നുണ്ട്. വി ആർ ഓൾസോ റിലയബിൾ ടു അതേഴ്സ്. അതാണ് എനിക്ക് ഈ ട്രെയിനിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠം അതാണ്. നിങ്ങൾക്ക് പോൾ സാർ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? വളരെ കറക്റ്റാണ് പറഞ്ഞത്. നമ്മള് മറ്റുള്ളവർക്ക് നമ്മള് റിലയബിൾ ആയിരിക്കാനായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മൾ മാറേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ റിലയബിൾ അല്ലാതെ വരുമ്പോഴാണ് സാറേ ഇന്ന് പത്രത്തിൽ കാണുന്ന പല വാർത്തകളും നമ്മുടെ മുന്നിൽ ഒരു ന്യൂസ് ആയിട്ടും ന്യൂസ് ചാനലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നമ്മളെ പോലെയുള്ള ആളുകൾക്ക് ഇനിയും പലതും ചെയ്യാനുണ്ട് എന്നൊരു ബോധ്യം കൂടി നമുക്ക് പല വാർത്തകളും TV ന്യൂസ് ചാനലുകളും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. വലിയ 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 സാധ്യതകളുള്ള ഒരു നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇനിയും നമുക്ക് കുറെ പണികൾ എടുക്കാനുണ്ട് എന്ന് തിരിച്ചറിയുന്നു. ഞാനിത് റിലയബിളെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ചോദ്യം നമ്മുടെ പേഴ്സണൽ ഇതിലേക്കൊക്കെ ഞാൻ കൊണ്ടുപോവുകയാണ്. പേഴ്സണൽ കൊണ്ടുപോവുകയാണെങ്കിൽ ആർ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും അല്ലെ, നേരത്തെ ആരും പറഞ്ഞു, ടീച്ചർ ആരും പറഞ്ഞു, റിസർവേഷനിൽ യാത്രയാണ് പലർക്കും ഇഷ്ടം അല്ലേ? റിസർവേഷൻ ആണ് യാത്രയാണ് ഇഷ്ടം. എന്തുകൊണ്ടാണ്? നമുക്ക് കുറെ കംഫർട്ടാണ്, നമ്മൾ കുറെ പ്ലാൻഡ് ആണ്. പക്ഷെ റിസർവേഷൻ ഇല്ലാതെയും ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട്. എൻ്റെ ചോദ്യം, നമ്മൾ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മളെ പഠിപ്പിക്കുന്ന ട്രെയിൻ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ കിട്ടുന്നതെല്ലാം ചെലവാക്കുക എന്നുള്ളതല്ല, നമ്മളെ നിന്ന് എന്തെങ്കിലും കുറച്ച് റിസർവ് ചെയ്യുന്നുണ്ടോ, റിസർവ് ആൻഡ് സർപ്ലസ് നമ്മുടെ കയ്യിലുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. വാറൻ ബഫേയുടെ ഭയങ്കരമായിട്ട് ഒരു കോട്ടുണ്ട്. ആർക്കെങ്കിലും അത് വായിക്കാൻ പറ്റുമോ? അത് Yes. Do not save what is left after spending, but spend what is left after saving. Warren Buffett. നമ്മൾ പലപ്പോഴും ഒരു 25,000 രൂപ ശമ്പളം കിട്ടിയാൽ അതിൽ നിന്ന് എല്ലാ ചെലവും കഴിച്ച് ബാക്കി ഉണ്ടെങ്കിലാണ് നമ്മൾ സേവിങ്ങിലേക്ക് പോകുന്നത്. വാറൻ ബഫേ അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പഠിപ്പിക്കുന്ന ആളുകൾ പറയുന്നത് എന്താ വെച്ചാൽ, അതിൻ്റെ ഒരു 20% ബാക്കി വെച്ചിട്ട് ബാക്കിയുള്ളത് നിങ്ങൾ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ഇരിക്കുക. 20% ചെയ്തേ പറ്റൂ. ഈവൻ 25,000 ആണെങ്കിൽ 5,000 രൂപയെങ്കിലും സേവ് ചെയ്യാൻ പഠിക്കണം. ഈ സേവ് ചെയ്യാൻ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് പറച്ചിൽ മാത്രമേ ഉള്ളൂ. നമ്മളെ പലപ്പോഴും എന്താ പറയുക, പണ്ട് നമ്മൾ മലയാളം മീഡിയത്തിലൊക്കെ കണക്ക് പഠിപ്പിക്കും. 10ൽ നിന്ന് 8 കുറയ്ക്കാൻ പറയുമ്പോൾ സാറേ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? പടയാറ്റി സാറേ, 10ൽ നിന്ന് 8 കുറയ്ക്കണം. 10 മുകളിലിട്ട് 8 അടിയിലിട്ട് വരയിട്ട് അപ്പൊ നമ്മൾ 8ൽ നിന്ന് 0 നമുക്ക് ഇല്ലാതെ വരുമ്പോ എന്ത് ചെയ്യും? കടം മേടിക്കും. കടം മേടിക്കും. ഈ കടം മേടിക്കാൻ നമ്മൾ 4ാം ക്ലാസ് തൊട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കടം തിരിച്ചു കൊടുക്കാൻ നമ്മൾ എവിടെയെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ സാറേ? നമ്മളെ ചെറുപ്പത്തിലെ കടം മേടിക്കാനാണ് പഠിപ്പിച്ചിട്ടുള്ളത്, കടം തിരിച്ചു കൊടുക്കണമെന്നെങ്കിലും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ ലോണും ഏറ്റവും ലോണൊക്കെ കൂടുതൽ ഒരുപക്ഷെ കേരളത്തിലാണെന്ന് മറ്റുള്ള സ്റ്റേറ്റുകളെ അപേക്ഷിച്ചിട്ട്. ഞാനത് പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ കടം മേടിക്കാൻ എല്ലാവരെയും പഠിപ്പിക്കും, പക്ഷേ കടം കൊടുക്കാൻ. ഏറ്റവും ഒരു രസകരമായ ഒരു സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ സുനിത വില്യംസ് തിരിച്ചിറങ്ങിയപ്പോൾ ഏറ്റവും വന്ന ആദ്യത്തെ കോള് ഒരു ഫിനാൻസ് കമ്പനിയുടെ ആയിരുന്നു. മാഡം, യുവർ സാങ്ഷൻ ലോൺ ഫോർ 10 lakh. പലപ്പോഴും പല ഫേക്ക് കോഴ്സും വരാറുണ്ട്. സാങ്ഷൻ പാസ്സായിട്ടുണ്ട്, വേണോന്ന് ചോദിച്ചിട്ടാണ്. ഞാൻ തമാശ കൊണ്ട് പലപ്പോഴും നമ്മുടെ കോളിലേക്കൊക്കെ എപ്പോഴും പറയാം, സാറേ ലോൺ വേണോ ലോൺ വേണമെന്ന്. നമ്മളെ ഒരു ലോണിന്റെ പരിധിയിലേക്ക് നമ്മൾ ആക്കി കൊടുക്കണം. നമ്മൾ അതിലേക്ക് പോകാതെ നമ്മളെ റിസർവേഷൻ, നമ്മളെ പ്രയോറിറ്റി സെറ്റ് ചെയ്ത് സേവ് ചെയ്യാൻ പഠിക്കുക. ഞാൻ കൂടുതൽ സമയത്തിലേക്ക് പോകുന്നില്ല. നമ്മൾ എന്ത് പറയണമെന്ന് വെച്ചാൽ റിസർവ് സർപ്ലസ് ഉണ്ടായിരിക്കണം, റിസർവ് ചെയ്യണം, 20% സേവ് ചെയ്യണം എന്ന് മാത്രം. സേവിങ്സ് ഫിസിക്കൽ, അതായത് സ്പെൻഡിൽ സേവിങ് കഴിഞ്ഞിട്ട് എക്സ്പെൻസിലേക്ക് പോകാൻ പാടുള്ളൂ എന്ന് മാത്രമേ സൂചിപ്പിക്കുന്നു. സോ റിസർവേഷൻ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഫണ്ട് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഒരു എമർജൻസി ഫണ്ട്. നമുക്കൊരു ആവശ്യം വന്നാൽ കടം മേടിക്കാൻ നമ്മൾ പോയാൽ, നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കൊക്കെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്.
ബേബി സാറേ, നമുക്ക് പെട്ടെന്ന് ഒരു പെട്ടെന്ന് ഹോസ്പിറ്റൽ കേസ് വന്നു, 2 ലക്ഷം റുപ്യ ആവശ്യം വന്നു. ഒരു പക്ഷേ സാറിന് ചോദിച്ചാൽ, സാറിന്റെ കയ്യിൽ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, ആരുടെ കയ്യിൽ നിന്നായിരിക്കും സാറിന് പൈസ കിട്ടുക? ആരും തന്നെ തരില്ല ഇപ്പോഴത്തെ കാലത്ത്. എക്സ്ക്യൂസസിൽ പറയാനായിരിക്കും സാധ്യത. എക്സ്ക്യൂസ് പറയുള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നത് നമുക്ക് എപ്പോഴും നമ്മൾ റിസർവ് ചെയ്യാനുള്ള രീതിയിൽ റിസർവ് ചെയ്തേ പറ്റൂ. കാരണം നമ്മളെ ഒരു ആപത്ത് കാലത്ത് സഹായിക്കാൻ ചിലപ്പോൾ ആരും ഉണ്ടായി എന്ന് വരില്ല. സോ ഞാൻ പറയുന്ന ട്രെയിൻ നമ്മളെ പഠിപ്പിക്കുന്ന റിസർവ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് മാത്രമേ തോന്നുന്നു. സോ 6ലേക്ക് നിന്ന് മാറുകയാണ് ഞാനിപ്പോൾ, സമയക്കുറവുള്ള കാര്യം കൊണ്ട്. എ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന സംഗതി അക്കോമഡേറ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. നമുക്ക് പലപ്പോഴും അറിയാലോ, ട്രെയിനിലേക്ക് കയറുമ്പോൾ പലപ്പോഴും, പ്രത്യേകിച്ചും ലോക്കൽ ട്രെയിനിലാണ് കയറുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും, ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾ, ചിലപ്പോൾ 3 പേർക്ക് ഇരിക്കാനുള്ള സീറ്റായിരിക്കും, ചിലപ്പോൾ 4 പേർക്ക് ഇരിക്കാനുള്ള സീറ്റായിരിക്കും, പുറത്തായിരിക്കും. നമ്മൾ മിക്കതും ചിലപ്പോൾ കൂടുതൽ അടുത്ത ആളുകൾ ആദ്യം ചെയ്യുന്നതിൽ നമ്മുടെ കാലൊന്ന് അകത്തി വെച്ചിട്ട് നമ്മളെ അക്കോമഡേറ്റ് ചെയ്യാൻ പലപ്പോഴും മടി കാണിക്കും ആദ്യം. പക്ഷെ നല്ല ആളുകളുണ്ട്, നല്ല ആളുകൾ പറയും ഇതവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മൾ ആദ്യം പഠിക്കേണ്ടത്, ട്രെയിനിൽ നിന്ന് പഠിക്കേണ്ടത് നമ്മൾ മറ്റുള്ള ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ പഠിക്കണം. ശരിയാണോ പോൾ സാറേ? വളരെ കറക്റ്റാണ്. ലോക്കൽ ട്രെയിനിൽ ഈവൻ ലേശം ലോങ് ട്രെയിൻ ആണെങ്കിൽ പോലും നമുക്കൊക്കെ അത്യാവശ്യമൊക്കെ ചിലപ്പോൾ നമ്മളെ കാണുമ്പോൾ അടുത്തിരിക്കുന്ന ആളുകളുണ്ട്. ലോങ് ട്രെയിനിൽ മിക്കതും റിസർവ് ചെയ്ത് പോകുന്ന ആളുകളായിരിക്കും. കാരണം പ്രായമായ ആളുകളൊക്കെ ട്രെയിനിൽ, പലതരത്തിലുള്ള ആളുകൾ, പ്രായമായ ആളുകൾ, അസുഖമുള്ള ആളുകൾ, ലേഡീസ് ഒക്കെ വരുന്നുണ്ടാവും. നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തുകൂടെ, അക്കോമഡേറ്റ് ചെയ്ത് കൂടെ? അക്കോമഡേറ്റ് ചെയ്യാത്തത് കൊണ്ടല്ലേ ഇന്ന് കാണുന്ന പല പ്രശ്നങ്ങളും നമ്മൾ കാണുന്നത്. ഷൈനിയുടെ 3 മക്കളും ആത്മഹത്യ ചെയ്തെങ്കിൽ അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ അവരുടെ കുടുംബത്തിൽ മറ്റു കൂടെയുള്ള ആളുകൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതുകൊണ്ട്. ഞാൻ പറഞ്ഞ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റണം. കൂടെയുള്ള ആളുകള് ചിലപ്പോൾ അവർക്ക് ചില കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അക്കോമഡേറ്റ് ചെയ്യാൻ പഠിക്കാന്നുള്ളത്, അക്കോമഡേറ്റ് ചെയ്യാൻ പഠിച്ചാൽ മാത്രമേ ജീവിതം മനോഹരമാവുള്ളൂ. ഇല്ലെങ്കിൽ അഡാപ്റ്റബിലിറ്റി, ഏറ്റവും പറയില്ല, നമ്മൾ ഓഫീസിലാണെങ്കിലും അഡാപ്റ്റബിലിറ്റി വലിയൊരു ഘടകമാണ്. ഏത് സാഹചര്യത്തിലും നമുക്ക് അഡാപ്റ്റബിലിറ്റി നമുക്ക് ഉണ്ടായി. ട്രെയിൻ നമ്മളെ പഠിപ്പിക്കുന്ന, ട്രെയിനിൽ തന്നെ കണ്ടിട്ടില്ലേ, ട്രെയിൻ എത്രയോ കണക്ഷൻസ് ഉള്ള ട്രെയിൻ, ആ ഫ്ലെക്സിബിലിറ്റി ട്രെയിൻ ഉണ്ട്. പക്ഷെ നമ്മൾ എത്രത്തോളം അക്കോമഡേറ്റ് ആണ്, നമ്മൾ മറ്റുള്ളവരെ അക്കോമഡേറ്റ് ചെയ്യാൻ എന്തോരം ഉണ്ട്, നമ്മൾ എത്രത്തോളം പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ നമ്മുടെ മനസ്സ് സമ്മതിക്കുന്നുണ്ട്. ഒരു പക്ഷേ ട്രെയിനേഴ്സിലോ കൗൺസിലേഴ്സിലോ ആളുകൾ കുറേ കൂടി അക്കോമഡേറ്റ് ആയിരിക്കാം. പക്ഷെ നമ്മൾ സമൂഹത്തിലേക്കൊന്ന് ഇറങ്ങി നോക്കൂ, എത്ര പേര് അക്കോമഡേറ്റ് ചെയ്യാത്തത് കൊണ്ടല്ലേ നമ്മൾ ഈ കാണുന്ന പ്രശ്നങ്ങളൊക്കെ കൂടുതൽ കാണുന്നത്. ബി അഡാപ്റ്റബിൾ. എപ്പോഴും നമുക്കൊരു അഡാപ്റ്റബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം, വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും കുറേ ആളുകളുണ്ടോ, എല്ലാവരും ഒരേമാതിരി ആയിക്കൊള്ളണമെന്നില്ലാന്നേ, അവനൊന്ന് അക്കോമഡേറ്റ് ചെയ്യുന്നേ. 5 പേരിലും 5 തരത്തിലല്ലേ, എല്ലാവരും ഒരേമാതിരി പെർഫോമൻസ് ചെയ്തോളം നിർബന്ധമൊന്നുമില്ലല്ലോ. വൈ ഡോണ്ട് യു അക്കോമഡേറ്റ്? നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ആളുകളെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പഠിക്കണം. പല ആളുകളും ആദ്യമൊക്കെ അക്കോമഡേറ്റ് ചെയ്യും, പിന്നെ അക്കോമഡേഷൻ മാറിയിട്ട് റിജക്ഷൻ ആവും. അതൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സോ എനിക്ക് ട്രെയിൻ നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യമുണ്ട്, ബി അഡാപ്റ്റബിൾ ആൻഡ് ബി ഇൻക്ലൂസീവ്. ചേർത്ത് പിടിക്കുക എന്നുള്ളത്. ഒരുപക്ഷെ കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ ഏറ്റവും കൂടുതൽ പറഞ്ഞു ഒപ്പം കൊണ്ട് കൂടെ, ഇപ്പൊ ശരിയാക്കി തരാൻ, ചേർത്ത് പിടിക്കാം എന്ന് പറഞ്ഞിട്ടൊക്കെ ക്യാമ്പില്ലേ, അത് പല ആളുകളും അത് ഒരു പക്ഷേ അതിലൊക്കെ വീണ ആളുകളുണ്ട്. അല്ലെങ്കിൽ അതൊരു ക്യാപ്ഷനാണ്. നമുക്കും പലപ്പോഴും നമുക്കും ചേർത്ത് പിടിക്കാം, നമ്മൾ ചേർത്ത് പിടിക്കുന്ന ആളുകളാണ്. ചേർത്ത് പിടിക്കണം, ചേർത്ത് പിടിക്കുമ്പോഴേ ജീവിതം മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ചേർത്ത് പിടിക്കുമ്പോൾ മാത്രമേ നമുക്ക് പലപ്പോഴും, അത് കഴിവ് കുറഞ്ഞവനായിക്കോട്ടെ, ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. ഒരു പക്ഷേ അതാണ് ട്രെയിൻ നമ്മളെ പഠിപ്പിക്കുന്നതെങ്കിൽ, ഞാൻ ഇതിന്റെ ഫിനാൻഷ്യൽ ഇതിലേക്ക് പോകുമ്പോൾ there should be an accountability. പലപ്പോഴും നമ്മുടെ വരവ് ചെലവ് കണക്കുകൾ നമ്മൾ പരസ്പരം ആരോടും ഡിസ്കസ് ചെയ്യാറില്ല. ചെയ്യുന്നവരുണ്ടാവും, എനിക്ക് അറിയില്ല ആർക്കെങ്കിലും വരവ് ചെലവ് കണക്കുകൾ എഴുതി വെക്കുന്നവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ പല ആളുകളും ചിലപ്പോൾ ഉണ്ടാവില്ല. ചില ആളുകൾ എഴുതി വെക്കുന്നുണ്ടാവും, ചില ആളുകൾ ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ എന്ന് പറയുന്ന ആളുകളുണ്ട്. എനിക്കറിയില്ല, ഇതിലുള്ള ആരെങ്കിലും വരവ് ചെലവ് കൃത്യമായിട്ട് ഡെയിലി എഴുതി വെക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഒന്ന് പറയാമോ? ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തിട്ട് പറയാമോ പ്ലീസ്? ആർ യു റൈറ്റിംഗ് യുവർ ഡെയിലി എക്സ്പെൻസസ് നിങ്ങൾ എഴുതി വെക്കാറുണ്ട്? നിങ്ങളുടെ വരവ് ചെലവ് കണക്കുകൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഷെയർ ചെയ്യാറുണ്ടോ? ട്രെയിൻ മുന്നോട്ട് പോകണമെങ്കിൽ നല്ല ട്രാക്ക് ഉണ്ടായിരിക്കണം, അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റണം, അതിനൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം.
നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു കൃത്യമായിട്ട് കരിയർ അലൈൻമെന്റ് ഉണ്ടാവണം. നമുക്ക് മറ്റുള്ളവരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. നമുക്കും അക്കൗണ്ടബിലിറ്റി ഉണ്ട്. അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ വരുമ്പോഴല്ലേ പലപ്പോഴും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ തുടക്കുന്നത് എവിടുന്ന? ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ വരുമ്പോഴല്ലേ. മാത്യു അച്ഛ, അങ്ങനെയാണോ? ഞാൻ പറഞ്ഞത് ശരിയാണോ? ചോദിക്കാൻ പറ്റുമോ? അതെ അതെ. എവിടെ അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ വരുന്നോ അവിടെയൊക്കെ പ്രശ്നം. അതാണ് ഒരു പക്ഷേ ഏറ്റവും ആദ്യം പ്രശ്നത്തിന്റെ തുടക്കം. ട്രെയിൻ യാത്ര മനോഹരമാകണമെങ്കിൽ, ജീവിതം മനോഹരമാകണമെങ്കിൽ, നമ്മുടെ യാത്ര മനോഹരമാകണമെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് there should be accountability. ഷെയർ വിത്ത് യുവർ പാർട്ട്ണർ, ഷെയർ വിത്ത് യുവർ ചിൽഡ്രൻ. അതും കൂടി ഞാനിപ്പോൾ പറയാം. ഞങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ ഓടിച്ച വർഷങ്ങളെ പിടിക്കും. അല്ല, അത് അവിടെ. പക്ഷെ സാറേ, നമ്മൾ പലപ്പോഴും സാറേ വി ആർ നോട്ട് ഓപ്പൺ. പലപ്പോഴും പലതും തുറന്നു പറയാതെ അവസാനം ഇപ്പൊ നമ്മളെല്ലാവരും ജീവിക്കണം എന്താന്ന് ചോദിച്ചാൽ ചില ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സാറേ, EMI അടച്ച് അതും തീരുന്ന വരെയെങ്കിലും മനസ്സമാധാനം ഇത്. അതുവരെ സമാധാനം കുറവാണ്, മനസ്സമാധാനം ഇല്ല. EMI ഒന്ന് തീരട്ടെ എന്നുള്ളത്. നമ്മളിപ്പോ ഒരുവിധം ആളുകളെല്ലാവരും EMIയുടെ പുറത്താണ്. ഞാൻ ഇതിന്റെ ഇപ്പൊ പറയുമ്പോൾ ഒരു കാര്യം ചോദിക്കാം. നമ്മൾ പലപ്പോഴും കരിയർ ഗൈഡൻസ് ചെയ്യുന്ന ആളുകളാണ്. എന്റെ ചോദ്യം എന്താ വെച്ചാൽ, നമ്മൾ കരിയർ വലിയ വലിയ സാധ്യതകളും സ്കോപ്പുകളെ കുറിച്ചൊക്കെ എഡ്യൂക്കേഷൻ ലോണിനെ കുറിച്ച് പറയും. എന്റെ ചോദ്യം, നമ്മൾ എപ്പോഴെങ്കിലും സ്കോളർഷിപ്പിനെ കുറിച്ച് പറയാറുണ്ട്? എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്നതിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ കരിയർ ഗോളിനെ കുറിച്ച് പറയുമ്പോൾ സ്കോളർഷിപ്പിനെ കുറിച്ചല്ലേ പറയണ്ടേ, ഫെലോഷിപ്പിനെ കുറിച്ചല്ലേ പറയണ്ടേ? അങ്ങനെ വരുമ്പോഴല്ലേ കുട്ടികൾക്ക് കുറച്ചും കൂടി എനിക്ക് ആ സ്കോളർഷിപ്പ് എടുത്ത് പഠിച്ചാൽ, എനിക്ക് ആ ഫെലോഷിപ്പ് എടുത്ത് പഠിച്ചാൽ എനിക്കൊരു വിദ്യാഭ്യാസ ലോൺ എടുക്കാതെ തന്നെ എനിക്ക് പുറത്തേക്ക് പോകാൻ പഠിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുത്താൽ അതല്ലേ ഏറ്റവും നല്ലത്. നമ്മൾ എത്ര പേര് ചെയ്യുന്നുണ്ട്? ഞാനടക്കം എത്ര പേര് സ്കോളർഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്? എത്ര സാധ്യതകളുണ്ട് എന്നുള്ളത്. LKG മുതൽ അല്ലെങ്കിൽ 1ാം ക്ലാസ് മുതൽ തന്നെ സ്കോളർഷിപ്പ് കിട്ടുന്ന, പ്രത്യേകിച്ചും നമ്മൾ ലോൺ എടുക്കുന്ന ആളുകളാണ്, സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ്, പഠിക്കാൻ മിടുക്കരാണ്. എത്രയോ സ്കോളർഷിപ്പുകളുണ്ട്. ആ സ്കോളർഷിപ്പിന്റെ സാധ്യതകളെയും ലോണിന്റെ സാധ്യതകളെയും നമ്മളൊന്ന് എപ്പോഴെങ്കിലും എനിക്ക് തോന്നുന്നു KCTT പോലുള്ള സംഘടനകൾ, ഈ പോസിറ്റീവ് കമ്മിറ്റി പോലുള്ള സംഘടനകളൊക്കെ നമ്മളൊക്കെ ചെയ്യേണ്ടത് ലോണിനെ കുറിച്ച് പറയുന്നതിനേക്കാളും കൂടുതൽ സ്കോളർഷിപ്പിനേക്കാളും ഫെലോഷിപ്പിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഇറ്റ് ഈസ് ആൻ അക്കൗണ്ടബിലിറ്റി, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ മൂവിങ് ടു ഫർദർ, എന്ന് പറയുന്നത് ഇന്നവേറ്റ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ ആരോ പറഞ്ഞു വന്ദേ ഭാരതിൽ യാത്ര ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം, അല്ലേ? കംഫർട്ടാണ്, ഭയങ്കര സ്പീഡാണ്. 5G അല്ലേ, 5Gയിലൊക്കെ നമ്മൾ 5G കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. നമുക്ക് സ്പീഡാണ് നമുക്ക് ആവശ്യം. തീർച്ചയായിട്ടും നമ്മൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എത്രയും നേരത്തെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഡൽഹിയിലേക്ക് പണ്ട് ട്രെയിൻ പോയ മാതിരിയല്ല. ഒരു പക്ഷേ രാവിലെ കയറിയ ഒരു 4 മണിക്കൂർ കൊണ്ട് ട്രെയിനിൽ ഫ്ലൈറ്റിൽ പോകാൻ ഡൽഹിയിൽ എത്താൻ പറ്റും. അത് തന്നെയാണ് ആവശ്യം. നമുക്ക് പലപ്പോഴും അതിൻ്റെ കോസ്റ്റിനേക്കാളും കൂടുതൽ ടൈമിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇന്നവേറ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ എത്ര പേര് ഇന്നവേഷൻ ഉണ്ട്? ആസ് എ കരിയർ കൗൺസിലർ, ആസ് എ ട്രെയിനർ, ഏറ്റവും എനിക്ക് ആരെങ്കിലുമൊക്കെ പറയാം, ഒരു പക്ഷേ പറയാൻ പറ്റും, ജോസഫ് സാറെ കാണുന്നുണ്ട്. നമ്മൾ ഏറ്റവും അവസാനം പഠിച്ച ഒരു കോഴ്സ് ഏതായിരിക്കും സാറേ, ജോസഫ് സാറേ? കുറെ കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ലാസ്റ്റ് ചെയ്തത് ട്രെയിനേഴ്സ് ട്രെയിനിങ് ആണ്, നമ്മുടെ സുധാ സാറിന്റെ വെരി ഗുഡ്, എക്സലന്റ്. യു ആർ ഇന്നോവേറ്റ്. അത് തന്നെയാണ്. വേറൊരു കാര്യം ഞാൻ ചോദിക്കുകയാണെങ്കിൽ സാറേ, ഒരു പക്ഷേ എനിക്കിവിടെ ശോഭന മാമുണ്ട്, പലരും കണ്ട്, നമ്മൾ ഏറ്റവും അവസാനം വായിച്ച പുസ്തകം ഏതായിരിക്കും? നമ്മൾ ഏറ്റവും അവസാനം ലേറ്റസ്റ്റ് വായിച്ച പുസ്തകം ഏതായിരിക്കും? നമ്മൾ എത്രത്തോളം ഇന്നോവേഷന് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുന്നുണ്ട്? നമ്മൾ ഞാൻ ലാസ്റ്റ് വായിച്ച പുസ്തകം ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. സൃഷ്ടിക്കാം നിങ്ങളുടെ ലോകം എന്ന് പറയുന്ന സജീവ് നായർ സാറിന്റെ പുസ്തകമാണ്. വെരി ഗുഡ്, എക്സലന്റ്. എനിക്കറിയാം, മറ്റേ നമ്മുടെ റൈസപ്പിന്റെ മറ്റേ ഞാൻ അദ്ദേഹത്തിന്റെ അതിന് തൊട്ട് മുമ്പ് ശോഭന മാഡത്തിന്റെ പുസ്തകം വായിച്ചുട്ടോ. എനിക്ക് ജോസ് കുര്യൻ സാറും ജോസ് സാറും ഗിഫ്റ്റ് ആയി തന്നിരുന്നു. മാഡം കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു പുസ്തകം വായിച്ചു. താങ്ക് യു സാറേ. നമ്മളെപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഈ ഫ്ലോറിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം ഇന്നോവേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഏറ്റവും പുതിയ കോഴ്സുകളിൽ നിന്ന് കിട്ടുന്ന ആളുകളാണ്. ഇങ്ങനെ ഇല്ലാത്ത ആളുകളാണ് പലപ്പോഴും മുന്നോട്ട് പോകാത്തത്. പണ്ടത്തെ കണ്ടിട്ടില്ലേ തീവണ്ടി, കൂകു കൂകു തീവണ്ടി, കൽക്കരി തിന്നും തീവണ്ടി, വെള്ളം മൂന്നും തീവണ്ടി,
കൂകിപ്പായും തീവണ്ടി എന്ന വാക്ക് മാറി. ഇപ്പൊ ആ ട്രെയിൻ ഇപ്പൊ കാണണമെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഊട്ടിയിൽ പോകേണ്ടി വരും. ഇപ്പോൾ ഇവിടെ കാണാൻ സാധ്യത വളരെ കുറവ്. ഞാൻ വെച്ചാൽ അതിൽ നിന്ന് മാറി വന്ദേ ഭാരതിലേക്ക് അത്രയും ഇതിലേക്ക് ഇന്നോവേഷൻ വന്നപ്പോൾ ആസ് എ ട്രെയിനർ നമ്മൾ എത്രത്തോളം ഇന്നോവേഷൻ ആയിട്ടുണ്ട് എന്നുള്ളത്. ആ ഇന്നോവേഷനിലേക്ക് നമ്മൾ വന്നില്ലെങ്കിൽ, നമ്മൾ അതിലേക്ക് വന്നില്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ, ഇൻവെസ്റ്റ് ചെയ്യാൻ, ഇൻവെസ്റ്റ് ഇൻ ടൈം, ഇൻവെസ്റ്റ്മെന്റ് റീഡിങ് ബുക്സ്, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ട്രെയിനിങ്, നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ മുന്നോട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ യാത്ര ഒരിക്കലും എളുപ്പമാവില്ല എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത്. സോ അത് ഇന്നോവേഷൻ, അത് അങ്ങനെ ട്രെയിനായിട്ട് കണക്കിൽ IIന് വേറൊരു സാധ്യതയും കൂടി ഫിനാൻഷ്യൽ കോഴ്സിലേക്ക് വരുന്നുണ്ട്. വാട്ട് ഇസ് ഇൻവെസ്റ്റ് വൈസ്ലി. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഇന്നോവേഷനിലേക്ക് വന്നിട്ട് ഇൻവെസ്റ്റിലേക്ക് വരാൻ കാരണം വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കണ്ടമാന സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ പലപ്പോഴും ഇൻഫ്ലേഷനെ കുറിച്ച് എത്ര പേർക്ക് അറിയാം എന്ന് ഒരുപക്ഷെ അറിയുമായിരിക്കും. നമ്മൾ ഇന്നത്തെ ഒരു എക്സ്പെൻഡിച്ചർ 5 വർഷം കഴിയുമ്പോൾ ഡബിൾ ആയിരിക്കും. നമ്മൾ പലപ്പോഴും കൊണ്ടിടുന്ന FDയിലാണ് കൊണ്ടിടുന്നത്. അപ്പോഴേക്കും FD ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം അതിനോട് മാച്ച് ചെയ്ത് പോകുന്നതായിരിക്കും. പക്ഷെ നമ്മൾ ഇട്ട പൈസയും നമുക്ക് കിട്ടുന്ന പൈസയും നമ്മൾ 5 വർഷം കഴിയുമ്പോഴേക്കും വലിയ മാറ്റമൊന്നും ഉണ്ടാകും. സോ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഇൻഫ്ലേഷൻ എന്ന് മനസ്സിലാക്കണം. ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം മലയാളത്തിൽ പറഞ്ഞ് മനസ്സിലായി. അതിൽ ഇത്രയേ ഉള്ളൂ. 5 വർഷം കഴിയുമ്പോൾ 10,000 റുപ്യാണ് നമ്മുടെ കയ്യിലുള്ളത് എങ്കിൽ ആ 10,000 റുപ്യ അത് ഇൻഫ്ലേഷൻ വരുമ്പോൾ അടുത്ത 5 വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ 20,000 റുപ്യ ഉണ്ടെങ്കിൽ നമ്മുടെ ആ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇന്ന് 10,000 ഉണ്ട് എങ്കിൽ നമ്മൾ ആ 10,000 കൊണ്ട് 5 വർഷം കഴിയുമ്പോൾ നമ്മൾ വാങ്ങിക്കാൻ പോയാൽ നമ്മൾക്ക് അത് കിട്ടൂല. അതിന് നമ്മൾ 20,000 രൂപ കൊടുക്കേണ്ടി വരും. സിമ്പിൾ, ക്വയറ്റ് സിമ്പിൾ. ഞാൻ സൂചിപ്പിച്ചത് മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ കോമ്പറ്റ് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ ചോദിക്കും എങ്ങനെ കോമ്പറ്റ് ചെയ്യാൻ പഠിക്കണം? തീർച്ചയായും ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ലോങ് ടേം, ഷോർട്ട് ടേം. നമ്മളൊരു മരം വെച്ചാൽ ആ മരത്തിന് എപ്പോഴാ പരിസാറെ നമുക്ക് അതിൽ നിന്നൊരു റിട്ടേൺ കിട്ടുക? അത് നടന്ന മരത്തിന്റെ അനുസരിച്ചിരിക്കും. 1 വർഷം കൊണ്ട് മുതല് 5 വർഷം, തെങ്ങൊക്കെ ആണെങ്കിൽ ഒരു 7 വർഷം മുതലാണ് നമുക്ക് നന്നായി പ്രതീക്ഷിക്കാവുള്ളൂ. മാവൊക്കെ ആണെങ്കിൽ 3 കൊല്ലം, 3 നട്ടാൽ 3 കൊല്ലം കൊണ്ട് കിട്ടും. നമുക്ക് 2-3 തരത്തിൽ നമ്മൾ അതിനെ കാണണം. ഒന്ന്, നമുക്ക് ലോങ് ടേം പ്ലാൻ ഉണ്ടായിരിക്കണം. 2 ഷോർട്ട് ടേം പ്ലാൻ ഉണ്ടായിരിക്കണം. 2 നമുക്കൊരു എമർജൻസി ഫണ്ട് ഉണ്ടായിരിക്കണം. ഞാനിത് പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് നമ്മൾ എല്ലാം കൊണ്ട് FD കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു കാര്യവും ഉണ്ടാവില്ല. എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പഠിക്കണം. ഞാൻ അത് പറഞ്ഞു തരാൻ, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്താലാണ് നമുക്ക് ഇതിന്റെ ഇൻഫ്ലേഷനെ കോമ്പറ്റ് ചെയ്യാൻ പറ്റാമെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എല്ലാവരും വിചാരിക്കും ഇൻഷുറൻസിൽ കൊണ്ടുപോയിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ്. കാര്യമില്ല. ഇൻഷുറൻസ് വേണം. ഹെൽത്ത് ഇൻഷുറൻസ് ആവശ്യമാണ്, ടേം ഇൻഷുറൻസ് ആവശ്യമാണ്. പക്ഷേ ഒരു ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി ഇൻഷുറൻസ് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ അത് ഒന്ന് ആലോചിക്കേണ്ട വിഷയമാണെന്ന് മാത്രമേ എനിക്ക് ഇപ്പോൾ പറയുള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ പലപ്പോഴും ആ ഇൻവെസ്റ്റ്മെന്റ് എന്ത് കിട്ടും? അപ്പോൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്താലും കിട്ടുക? പവർ ഓഫ് കോമ്പൗണ്ടിങ് വലിയൊരു മനോഹരമായ സങ്കല്പമുണ്ട്. പഠിക്കണം. എന്താണ് പവർ ഓഫ് കോമ്പൗണ്ടിങ്? ഞാനിപ്പോൾ സമയക്കുറവുള്ള പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിലേക്ക് പഠിച്ചാൽ മാത്രമേ നമ്മൾ എന്താണ് SIP എന്താണെന്ന് പഠിക്കണം, ഷെയർ എന്താണെന്ന് പഠിക്കണം. എല്ലാത്തിനും റിസ്ക് ഉണ്ട്. ജീവിതത്തിൽ റിസ്ക് ഇല്ലാത്ത ആരും ജീവിക്കാൻ പറ്റില്ല. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയാനുള്ളത്, ഇൻവെസ്റ്റ് വൈസ്ലി. ഇൻവെസ്റ്റ്മെന്റിന് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. അടുത്ത കാര്യം ഞാൻ പറഞ്ഞു, നേരത്തെ നമ്മൾ ഒരു കടം ചോദിച്ചാലും തരാനില്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫണ്ട് ഉണ്ടെങ്കിൽ നമ്മുടെ യാത്ര മനോഹരമായിരിക്കും. ഇല്ലെങ്കിൽ ജീവിതം കട്ടപ്പോകയാവും. എനിക്ക് പറയാനുള്ളത് കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുക. കൂടുതൽ ആളുകളെ ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുക. കുട്ടികളെ പഠിപ്പിക്കുക. ഒരുപക്ഷെ നമുക്ക് പ്രായമാണ്, ഒരുപക്ഷെ നമ്മുടെ സമയം കഴിഞ്ഞിട്ടുണ്ടാവും. ഒരുപക്ഷെ എങ്കിൽ എന്ത് ചെയ്യാം, കുട്ടികളോടെങ്കിലും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതായി ഞാൻ പറയുന്നത്. സോ ഇതാണ് എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് എന്ന് പറയാനുള്ളത്. അടുത്ത ഒറ്റ വാക്കിലാണ് നേരത്തെ മാത്യു സാറ് പറഞ്ഞു എൻ്റെ കണക്ഷൻസ് മുഴുവൻ വിട്ടുപോയി എന്നുള്ളത്. കണക്ഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് സാറേ ഇന്നത്തെ കാലഘട്ടം. ട്രെയിനിന്റെ കപ്ലിങ്സിന്റെ ചിത്രമാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഇന്ന് കണക്ഷൻസ് ഇല്ലാതെ, കൊളാബറേഷൻസ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മൾ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ അന്തരീക്ഷത്തിൽ നോക്കിക്കൊള്ളൂ. ഒരു കണക്ഷൻസിനെയും കൊളാബറേഷൻസിനെയും ഒരു നെറ്റ്വർക്ക് അല്ലേ ശരിക്കും? ട്രെയിനേഴ്സ് കണക്ഷൻസിനെയും കൊളാബറേഷൻസിനെയും നെറ്റ്വർക്ക് അല്ലേ? നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒറ്റയ്ക്ക് ഒരുമിച്ച് പോകാൻ കഴിയില്ല. നമുക്ക് ഒരുമിച്ചാണ് മുന്നോട്ട് പോകേണ്ടത്. ഇതാണ് കണക്ഷൻസ് നെറ്റ്വർക്ക്. ഞാനൊരു പക്ഷേ ഇന്ന് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് എന്നെ കൂടുതൽ സഹായിച്ചിട്ടുള്ള ചില കണക്ഷൻസും കുറെ നെറ്റ്വർക്കുകളും. അല്ലെങ്കിൽ ഞാൻ പോസിറ്റീവ് കമ്മ്യൂണിൽ വന്നിരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ ഇന്നൊരു വേദിയിൽ ഒരുപക്ഷെ നിങ്ങളുമായിട്ട് സംവദിക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല. ഇറ്റ് ഈസ് കഴിഞ്ഞൊരു സാർ പറഞ്ഞ മറ്റും ഒരു 2 വർഷത്തെ ഒരു കണക്ഷൻസിൽ നിന്ന് ബിൽഡ് ചെയ്തെടുത്ത ഒരു കണക്ഷൻസ് ആണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് എൻ്റെ യാത്ര ഈ നെറ്റ്വർക്ക് കണക്ഷനിലൂടെ ട്രെയിനർ എന്നുള്ള കണക്ഷൻ, ഞാൻ ഫുള്ളി ഫിനാൻഷ്യലായിരുന്നു. അതിൽ നിന്ന് ട്രെയിനറിലേക്ക് മാറിയത് 2021 ശേഷമാണ്. ഇറ്റ് ഓൾ ബിക്കോസ് ഓഫ് ദ നെറ്റ്വർക്ക് കണക്ഷൻസ്.
എനിക്ക് കൂടുതൽ അവസരങ്ങളും ചാൻസുകളും കിട്ടുന്നത് തന്നെ കണക്ഷൻസുകളായി കണ്ടു. സോ കണക്ഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. നമ്മൾ പലപ്പോഴും ആളുകൾ സംഭവിക്കുന്നത് വെച്ചാൽ അവൻ എന്നെ വിളിച്ചില്ലല്ലോ, അവൻ നിങ്ങളെ വിളിച്ചില്ലെങ്കിലും നിങ്ങൾ അവരെ വിളിക്കുക എന്നുള്ളത്. നമ്മളെ വിളിച്ചില്ലെങ്കിൽ ആ കോണ്ടാക്ട് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതല്ല, വിളിക്കുക. ഒരു മെസ്സേജ് ഇടുക, ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് ഇടുക എന്നുള്ളതല്ല. ഞാൻ ഏറ്റവും ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരു ഹാപ്പി ബർത്ത്ഡേ ആണെങ്കിൽ തീർച്ചയായിട്ടും മാക്സിമം ഞാൻ പേഴ്സണലി വിളിക്കാനാണ് ശ്രമിക്കുക, മെസ്സേജിനേക്കാളും കൂടുതൽ. എത്ര പേര് അങ്ങനെ ചെയ്യുന്നത്? നമ്മളെല്ലാവരും തിരക്കുള്ള ആളുകളല്ലേ. എന്തുകൊണ്ട് പേഴ്സണലി ഒന്ന് സംസാരിച്ച് കണക്ഷൻ ചെയ്യില്ല? പ്രസാദ് സാറ് എന്നോട് ഒരു പക്ഷേ സംസാരിക്കാൻ ഇത്രയും കൂടി അറ്റാച്ച്മെന്റ് ഞാനായിട്ട് 2 വർഷത്തെ താഴെ കണക്ഷനേ ഉള്ളൂ. അതൊരു അറ്റാച്ച്മെന്റാണ്, പേഴ്സണലി കണക്റ്റഡ്. കണക്ഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കണക്ഷൻസ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. എനിക്ക് ഒരു ആ കണക്ഷൻസിലേക്ക് പോകുമ്പോൾ ഞാൻ ഫിനാൻഷ്യൽ പാർട്ടിലേക്കും കൂടി പോവുകയാണ്. എന്താണ് നെറ്റ് വർത്ത് അവയർനെസ്? നമ്മൾ കഴിഞ്ഞ നമ്മുടെ ജീവിത യാത്രയിൽ പലപ്പോഴും നമ്മൾ പോയപ്പോൾ ഒരു ബാലൻസ് ഷീറ്റും ഒരു P&L അക്കൗണ്ടൊക്കെ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടുള്ളവർ എത്രയൊന്നും അറിയില്ല. നമ്മുടെ നെറ്റ്വർക്കിന്റെ സ്റ്റാറ്റസ് എന്താണ്? അസറ്റ് കൂടുകയാണോ ലയബിലിറ്റി കൂടുകയാണോ? ഞാൻ അതിൻ്റെ കൊമേഴ്സ്യൽ ടൈംസിലേക്ക് പോകുന്നില്ല. എനിക്ക് പറയാനുള്ള നെറ്റ്വർക്കിലേക്ക് പോകുമ്പോൾ എനിക്ക് എപ്പോഴും പറയാനുള്ളത്, നമ്മുടെ അസറ്റിൻ്റെ വാല്യൂ കൂടുകയും അസറ്റിൻ്റെ ത്രാസ് കൂടുകയും ലയബിലിറ്റിയുടെ ത്രാസ് കുറയുകയും ചെയ്യും. ദൗർഭാഗ്യവശാൽ ഇന്ന് നടക്കുന്നത് തിരിച്ചാണ്. ലയബിലിറ്റി കൂടിക്കൊണ്ടിരിക്കുകയും അസറ്റുകൾ കുറഞ്ഞിരിക്കുകയും ചെയ്യുക എന്നുള്ളത്. കാരണം നമ്മളെല്ലാവരും ഒരു കൺസ്യൂമർ ഇതിലാണ്. മറ്റുള്ളവൻ എന്ത് വാങ്ങിക്കുന്നു അതിൻ്റെ അപ്പുറത്ത് വാങ്ങിക്കണം എന്ന രീതിയിലേക്ക് പോവുകയും ലോണിൻ്റെയും EMI അവിടെ ആവുന്നതുകൊണ്ടാണ് എഡ്യൂക്കേഷൻ ലോണിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയാൻ കാരണം. നമ്മൾ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് എന്തുകൊണ്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല? ആസ് എ ട്രെയിനർ നമ്മൾ എപ്പോഴും പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് സമൂഹത്തിൽ. ഞാൻ ട്രെയിൻ എന്ന കൺസെപ്റ്റ് കൊണ്ട് കൂടുതലും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, നമുക്ക് പേഴ്സണൽ ഗ്രോയിൽ മുന്നോട്ട് പോകുമ്പോൾ ഫിനാൻഷ്യൽ ഗോൾസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിന് കൃത്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. ഇതൊരു വലിയ ടോപ്പിക്കാണ്. 2-3 മണിക്കൂർ കൊണ്ട് തീരേണ്ട ഒരു സംഗതിയല്ല. പക്ഷേ ജീവിതത്തിൽ വളരെ ഈ ഡിസിപ്ലിൻ ഇല്ലാതെ പല ബന്ധങ്ങളും തകർന്നു പോയിട്ടുണ്ട്, പല പ്രതിസന്ധികളും കാണുന്നുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട്. ഞാൻ ഇതിലേക്ക് പോകുമ്പോൾ ഒരു റീക്യാപ്പിലേക്ക് പോവുകയാണ്. എന്തൊക്കെയായിരിക്കും നമ്മൾ ഒന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലൊക്കെ? ഞാൻ ഒന്ന് പറഞ്ഞ നമ്മുടെ ട്രാക്ക് അലൈൻഡ് ആയിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച നമ്മൾ റിലയബിലിറ്റി ആയിരിക്കണം. അത് ഞാൻ അതിന്റെ ഫിനാൻഷ്യൽ കോഴ്സിലേക്ക് പോകുന്നത്. പക്ഷെ നമുക്ക് പേഴ്സണൽ ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് പറഞ്ഞാണ്. പാത്ത് ഉണ്ടായിരിക്കണം, റിലയബിൾ ആയിരിക്കണം, നമുക്ക് റിസർവ് ഫണ്ട് ഉണ്ടായിരിക്കണം, ദെൻ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റണം. അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കണം. ദെൻ ഇന്നോവേറ്റ് ആയിരിക്കണം. ഇന്നോവേറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന് നെറ്റ്വർക്ക് കണക്ഷനിലേക്ക് പോകണം. കണക്ഷൻസ് ഉണ്ടാവണം. കണക്ഷൻസിന്റെ ആവശ്യം നമ്മളെ സംബന്ധിച്ച് നമ്മൾ പൈസ ഉണ്ടാക്കുക എന്നുള്ളതല്ല, പക്ഷേ നമ്മളെ കയ്യിൽ ഉള്ളത് നശിപ്പിക്കാതെ കൊണ്ടുപോവുകയും നമുക്കൊരു ഹാപ്പിനെസ് സ്കോറിലേക്ക് എത്തണമെങ്കിൽ നെറ്റ്വർക്ക്. ഇത് എൻ്റെ യാത്രയുടെ ബന്ധപ്പെട്ട ഞാൻ ഒരു യാത്ര, ദ ജേണി ഓഫ് 1000 miles ബിഗിൻസ് വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ്. നമ്മളെപ്പോഴും ചില ഡിസിപ്ലിൻ കൺസിസ്റ്റൻസി നമുക്ക് ആവശ്യം. ഞാൻ എൻ്റെ ട്രെയിൻ യാത്രയിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പല യാത്രകളും ഉണ്ടായിരുന്നു. ഓരോ യാത്രയിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ചെന്നൈയിലേക്ക് പോയ യാത്രയിൽ നിന്നാണ് ഞാൻ ഒരു പക്ഷേ എൻ്റെ SLC മുമ്പാണ് ചെന്നൈയിലേക്ക് പോയത്. SLC കഴിഞ്ഞ് ചെന്നൈയിൽ തിരിച്ചു വരുന്നത് ഞാൻ എൻ്റെ ഹയർ സ്റ്റഡീസിന് വേണ്ടി. അത് കണ്ടമാനം പ്രതിസന്ധികളിൽ കൂടെ അതിജീവിച്ചുകൊണ്ടാണ് ഞാൻ 78 SLC പാസ്സായതിനു ശേഷം 82 ഞാൻ പ്രീ ഡിഗ്രിക്ക് പോകുന്നത്. അത് ചെന്നൈയിൽ തിരിച്ചു വന്നതിന് ശേഷം. എൻ്റെ രണ്ടാമത്തെ യാത്ര 2001 അത് ഡൽഹി യാത്രയായിരുന്നു. 1994 97 കഴിഞ്ഞിട്ട് 2001 പോയി. 2003 തിരിച്ചു വരുമ്പോഴാണ് എൻ്റെ കല്യാണം കഴിയുന്നത്. അതിനുശേഷമാണ് എനിക്ക് കുറച്ചും കൂടി എൻ്റെ കരിയറിൽ ഭയങ്കരമായിട്ട് ഗ്രോത്ത് ഉണ്ടാവുക. തിരിച്ച് കോവിഡ് വന്നപ്പോൾ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ യാത്ര വീണ്ടും പ്രശ്നമായി. അവിടെ നിന്നാണ് ഞാൻ ട്രെയിനർ എന്ന കൺസെപ്റ്റിലേക്ക് വരുന്നത്. ഈ ട്രെയിനറിലേക്ക് വന്നപ്പോൾ 2021-25 വരെ ഇന്നൊരു പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ എന്താണ് എൻ്റെ പാഷൻ ട്രെയിനിങ് ആണ്. ആ ട്രെയിനിലേക്ക് വന്നു. തീർച്ചയായിട്ടും കഴിഞ്ഞൊരു 5 വർഷത്തെ എൻ്റെ യാത്ര ആ ട്രെയിനിലുണ്ട്, ഒക്കെ ഉണ്ട്. തിരിച്ചു വന്നപ്പോൾ എനിക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ട്രെയിനിൽ കണ്ടുവച്ച കുറേ ആളുകളുണ്ട്. അതിനിടയ്ക്ക് കഴിഞ്ഞ വർഷം കണ്ട യാത്രയിൽ കണ്ടുമുട്ടിയ 2 പേരെ പരിചയപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകാം.
ഈ ഒരു പാട്ട്, ഈ ഒരു ഇത് തൃശ്ശൂര് അമ്മ എന്ന് പറയുന്ന ഓട്ടിസം ബാധിച്ച കുട്ടികളെ നോക്കുന്ന ഓട്ടിസം ബാധിച്ച കുട്ടികളാണ്. തൃശ്ശൂർ കേരള കോളേജിൽ നിന്നും ഒരു വർഷം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഭാനുമതി ടീച്ചർ എന്ന് പറയും. ഭാനുമതി ടീച്ചറുടെ സ്ഥാപനത്തിൽ ഓട്ടിസം ബാധിച്ച കുട്ടികൾ കാണിക്കുന്ന കുട്ടികളുടെ നാടകമാണ്. ഏകദേശം 10ാമത്തെ നാടകമാണ്. അപ്പനാര് അമ്മയാണ് എന്ന നാടകത്തിന്റെ ഒരു ചെറിയൊരു ഭാഗമാണ്. എന്ത് മനോഹരമായിട്ടാണ് അവർ ആ നാടകം അഭിനയിക്കുന്നത് നോക്കണം. ഞാൻ അതിന്റെ കൂടുതൽ വശങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ പറയുന്നത് വെച്ചാൽ ജീവിതയാത്രയിൽ ഭാനുമതി ടീച്ചർ ഞാൻ കണ്ടുമുട്ടിയ 2 കഥാപാത്രം കഴിഞ്ഞ 2024 കണ്ടുമുട്ടിയ ഒരു യാത്രയിൽ കണ്ടുമുട്ടിയ ആളാണ് ഭാനുമതി ടീച്ചറും ഗണേഷൻ. ഗണേഷ് എന്ന് പറയുന്നത് അവിടുത്തെ കുട്ടികളെ നാടകം പഠിപ്പിക്കുന്ന ആളാണ്. ഭാനുമതി ടീച്ചർ കഴിഞ്ഞ 96 മുതൽ ഈ തൻ്റെ സ്വന്തം സഹോദരങ്ങൾക്ക് ഓട്ടിസം ബാധിച്ചപ്പോൾ അവരെ നോക്കുന്നതിന് വേണ്ടി പട്ടാമ്പി തൃശ്ശൂർ കേരള കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ സഹോദരങ്ങളെയും 3 സഹോദരങ്ങളെയും കൊണ്ടുവരികയും അതിൽ ഒരാൾ മരിച്ചു, 2 പേരും കൂടെയുണ്ട്. തൃശ്ശൂർ കാര്യാട്ടുകാരുള്ള സ്ഥലമൊക്കെ മേടിച്ച് അവരെ പാർട്ടിയും ഇവരുടെ കൂടെ ഈ 2 ബ്രദേഴ്സും ഒരാൾ മരിച്ചു. ഏകദേശം 64 കുട്ടികളെ കൂടി ചേർത്തിട്ടാണ് ഈ ടീച്ചർ. ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മളൊക്കെ എത്രയും മനോഹരമാണെന്ന് മനസ്സിലാക്കുന്നത്, നമ്മുടെ ജീവിതം എത്രയും മനോഹരമാണെന്ന് മനസ്സിലാകുന്നത് ഒരുപക്ഷെ ഇവിടെ നിന്ന് ഈ കുട്ടികളെ കാണുമ്പോൾ. ഒരുപക്ഷെ നിങ്ങളും കണ്ടിട്ടുണ്ടോ, ഞാൻ എൻ്റെ യാത്രയുടെ അനുഭവം സൂചിപ്പിച്ചിട്ടുള്ളൂ. അങ്ങനെയുള്ള ആളുകളുടെ കൂടെ യാത്ര ചെയ്യുമ്പോഴല്ലേ ജീവിതം മനോഹരമാകുക. നമുക്ക് എത്ര പേർക്ക് അതിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഈ യാത്ര മനോഹരമാകണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവരെ ഒന്ന് പരിചയപ്പെടും. ഇതാണ് ഭാനുമതി ടീച്ചർ, മറ്റൊന്ന് ഗണേഷാണ്. എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും. ടീച്ചറുടെ 96 മുതലാണ്. ഈ ഗണേഷ് എന്ന് പറയുന്ന 16 വർഷമായി അവിടെയുള്ള കുട്ടികളെ നാടകം പഠിപ്പിക്കുന്നത് യാതൊരുവിധ പ്രതിഫലവും പറ്റാതെയാണ്. 10 നാടകം പല വേദിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ആ കുട്ടികളെ കാണുക, കുട്ടികളുടെ മുഖത്ത് കാണുന്ന സന്തോഷം ഞാൻ ഇതിനെ നേരിട്ട് അനുഭവിച്ച ആളാണ്. ഞാൻ നേരിട്ട് പോയി നാടകം കണ്ടാണ്. മറ്റുള്ളവർ സന്തോഷം, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം മാത്രമല്ല, മറ്റുള്ളവർ സന്തോഷം കൂടി നമുക്ക് കിട്ടണ്ടേ. മറ്റുള്ളവർ സന്തോഷം കിട്ടണമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. ജീവിതയാത്രയിൽ നമ്മൾ ഒരുമിച്ച് ഒറ്റയ്ക്ക് യാത്ര ചെയ്താൽ മാത്രം മതിയോ? മറ്റുള്ളവരുടെ യാത്രയിലും കൂടി നമ്മൾ പങ്കാളികളാവട്ടെ. എനിക്ക് പറയാനുള്ളൂ, മറ്റുള്ളവരുടെ യാത്രയിലും കൂടി പങ്കാളികളാവുമ്പോഴാണ്, മറ്റുള്ളവർക്കും കൂടി സന്തോഷം പങ്കെടുക്കുമ്പോൾ മാത്രമാണ് അതും യാതൊരു പ്രതിഫലവും ഇല്ലാതെ. നമ്മൾ പലപ്പോഴും നമ്മുടെ പല ആളുകൾക്കും നമുക്കെന്ത് കിട്ടുമെന്ന് നോക്കി പോകുന്ന ആളുകളും ഉണ്ട്. ഞാൻ എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല, KCTT-യുള്ള ആളുകൾ അങ്ങനെയല്ല. പലപ്പോഴും പല ആളുകളും നോക്കിക്കോളൂ, എനിക്കെന്ത് കിട്ടുമെന്ന് നോക്കാം. എനിക്കൊന്നും വേണ്ട, അല്ലെങ്കിൽ ഞാൻ അതല്ല എൻ്റെ ആവശ്യം. 16 വർഷമായി കുട്ടികളെ നാടകം പഠിപ്പിക്കുന്ന സകലം ജീവിത നാടകത്തിന് വേണ്ടി മാത്രം മാറ്റിവെച്ച ഗണേഷ്, എനിക്കൊന്നും വേണ്ട, എനിക്ക് കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് കുട്ടികളെ സ്വന്തം സഹോദരന്മാരെ കൂട്ടിക്കൊണ്ടുവന്ന് ഇന്ന് 64 കുട്ടികളുടെ അമ്മയായി മാറിയിട്ടുള്ള ഭാനുമതി ടീച്ചർ, നമുക്ക് അവർക്ക് സല്യൂട്ട് കൊടുക്കണ്ടേ? ശരിക്കും പറഞ്ഞാൽ ഒരു സല്യൂട്ട് കൊടുക്കും. എല്ലാവരും ഒരു സല്യൂട്ട് കൊടുക്കും. നമ്മുടെ ചാറ്റ് ബോക്സിൽ നിന്ന് സല്യൂട്ട് കൊടുക്കണം ശരിക്കും പറഞ്ഞു. അങ്ങനെയുള്ള ആളുകളെ യാത്രയുടെ കൂടെ നമ്മൾ ചേരുമ്പോഴാണ് നമ്മുടെ യാത്രയും മനോഹരമാകും. എനിക്ക് ഒത്രേ പറയാനുള്ളൂ, യാത്ര എപ്പോഴും ശുഭകരം ആവണമെന്നില്ല. തടസ്സങ്ങളുണ്ടാവും, അതിനെ അതിജീവിക്കാൻ കഴിയണം. ഡെസ്റ്റിനേഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഇത് ആ യാത്രയിൽ കണ്ട ഒരു പയ്യനാണ്. സ്വപ്നമായിരുന്നു ഒരു ചെണ്ട. ആ ചെണ്ട ഈ ചെണ്ട ഈ പയ്യൻ ഭയങ്കര ഞാൻ നമ്മുടെ സതീഷ് സാറുണ്ടല്ലോ അത് നമ്മള് പോസിറ്റീവ് കമ്മ്യൂണിന്റെ ഒരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണക്ട് ചെയ്ത് പോയതാണ്. നമ്മളവിടെ പോയപ്പോൾ കുട്ടികളായിട്ട് കഴിഞ്ഞ ഡിസംബറിൽ നമ്മളവിടെ ഉണ്ടായിരുന്നു. നമ്മളവിടെ പോയപ്പോൾ ടീച്ചർ പറഞ്ഞാൽ ഇവന് നന്നായിട്ട് ചെണ്ട കൊട്ടാൻ അറിയാം, പക്ഷെ ഇവനാരും ചെണ്ട വാങ്ങിച്ചു കൊടുക്കാൻ ആരും തരാം. പല ആളുകളും സഹായിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ ചെണ്ട കൊടുക്കാൻ തീരുമാനിച്ചാണ് ഇറങ്ങിയത്. എല്ലാം നമുക്ക് തന്നെ ചെയ്യണമെന്നില്ല. നമ്മളെ അഭ്യുദയാംശം 1-2 പേരെ വിളിച്ചു. അത് കൊടുത്ത ആളാണ് ഇവിടെ ഈ കൊച്ചു കുട്ടിയുടെ തൊട്ടപ്പുറത്തിരിക്കുന്നത്. അവനും ഫാദറും കൂടി വന്നിട്ടാണ് ആ ചെണ്ട കൊടുത്തത്. ഞാൻ അവരെ കൊണ്ട് തന്നെ കൊടുക്കും. ഞാൻ പറയണതെന്ന് വെച്ചാൽ, നമ്മുടെ യാത്രയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പലപ്പോഴും കഴിയുമ്പോൾ അദ്ദേഹത്തിന് എനിക്ക് ഒരു ചെണ്ട വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു പക്ഷേ പറ്റുമായിരുന്നു. പക്ഷെ നമ്മൾ സുഹൃത്തുക്കൾ പല ആളുകളും വെച്ചാൽ നമുക്ക് അങ്ങനെ സഹായിക്കുന്നേ. യാത്ര മനോഹരമാകുന്നത് നമ്മൾ തന്നെ എല്ലാം ചെയ്യണമെന്ന് വിചാരിച്ചില്ല, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യാൻ പറ്റും.
ഒരു യാത്ര, അവന് ചെണ്ട കൊട്ടുന്ന ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾ ഇടയ്ക്ക് പോയപ്പോൾ ആ ചെണ്ട കൊട്ടുന്ന സന്തോഷം, അത് കൊടുത്ത ആളുകളുടെ സന്തോഷം, ടീച്ചറുടെ സന്തോഷമൊക്കെ നമുക്ക് കാണാൻ പറ്റും. യാത്ര മനോഹരമാകണമെങ്കിൽ മറ്റുള്ളവരും കൂടി സന്തോഷിപ്പിക്കണം എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിച്ചത്. ഇത് പൗലോ കൊയ്ലോയുടെ ഒന്ന് വായിക്കാൻ പറ്റുമോ? Our life is a constant journey. From death, the landscape changes. Constant journey. From birth, our life is a constant journey from birth to death. The landscape changes, the people change, our needs change, but the train keeps moving. Life is the train, not the station. Paulo Coelho. മനോഹരമായ കോട്ടല്ലേ. ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ജീവിതം എന്നൊരു ട്രെയിനാണ്, അത് സ്റ്റേഷനല്ല. മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ മൂവ് ചെയ്തേ പറ്റൂ. അതിൽ പല പ്രതിസന്ധികളുണ്ടാവും, പല ഘടകങ്ങളുണ്ടാവും. അതൊന്നും നമ്മൾ നോക്കില്ല. മനോഹരമായ പൗലോ കൊയ്ലോയുടെ കോട്ടാണ്. ഞാൻ ഈ സൂചിപ്പിച്ചത്രേ ഉള്ളൂ. ഇത് നമ്മുടെ യാത്രകളെല്ലാം ഉറവുകൾ തേടിയുള്ള യാത്രയാണ്. നമ്മൾ ഉറവിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിലാണ്, 103ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ നിൽക്കുന്നത്. ഉറവ് കണ്ടെത്തുന്നവരെ നമ്മൾ കുഴികൾ കുഴിക്കേണ്ടി വരും. ഇടയ്ക്ക് വെച്ച് യാത്ര അവസാനിപ്പിക്കരുത്. കുഴികൾ കുഴിച്ചുകൊണ്ടേയിരിക്കുക, ഉറവ കണ്ടെത്താൻ കഴിയും. തലവേദനയ്ക്ക് കാരണമാകുന്നതിന് പകരം മുറിവേറ്റവർക്ക് വേദന സംഹാരികളാവാൻ, ഉറവിൻ്റെ വെളിച്ചം നൽകാൻ നമുക്കൊക്കെ കഴിയുമെങ്കിൽ ലോകം നമ്മളെ തേടി വരും. വാക്കുകളിലും പ്രവൃത്തികളിലും അനുകമ്പയോടെ ഓരോ മനുഷ്യരും അവൻ്റെ പ്രതിവിധികൾ കണ്ടെത്താൻ സഹായിക്കുക, ഉറവുകൾ കണ്ടെത്താൻ സഹായിക്കുക. ഈ ലോകം നമ്മുടേതായിരിക്കും. ഒരു പക്ഷേ നമ്മൾ ഇന്നലെ കണ്ട വാർത്ത, ഇന്ന് രാവിലെ കേട്ട വാർത്ത, സന്ധ്യ എന്ന് പറയുന്ന സ്ത്രീ, ആ കുട്ടിയെ നമ്മുടെ പാറക്കടവ് ആ ചാലക്കുടിപ്പുഴയിൽ കുഞ്ഞിറങ്ങിയപ്പോൾ അതിൻ്റെ ഉറവുകൾ ഒരു പക്ഷേ നഷ്ടപ്പെട്ടു പോയി. എത്രയോ ആളുകൾ പല ഉറവുകൾ കണ്ടേ, കുട്ടികളെ കിട്ടാതെ എത്രയോ ആളുകൾ ഒരു മകന്, കുഞ്ഞിക്കാലിന് വേണ്ടി ഉറവുകൾ കാത്തുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരത്ത് പോലീസ് സ്റ്റേഷനിൽ ആ പോലീസുകാരന് അറിയാതെ വയ്യ, അവൻ്റെ ഉറവകൾ എവിടെ പോയി. ആ ബിന്ദു എന്ന സ്ത്രീ ഒരു ദിവസം സ്റ്റേഷനിൽ ഇട്ടുകൊണ്ട് കാണിച്ച ആ പോക്കിരിത്തരത്തിൽ നിന്ന് ഞാൻ പറയട്ടെ, അവൻ്റെ ഉറവകൾ എവിടെ പോയി. ഉറവകൾ കൊടുക്കേണ്ടതുണ്ട്, ഉറവകൾ ആവശ്യമുണ്ട് പല ആളുകൾ. ഷൈനി 2 മക്കളെയും കൊണ്ടുപോയപ്പോൾ ഒരു പക്ഷേ ആ ഉറവുകളെ തേടിത്തിരിക്കാൻ കഴിയാതെ പോയതിൻ്റെ ഒരു ബുദ്ധിമുട്ടായി. ഉറവുകൾ കൊടുക്കാൻ കഴിയും. എവിടെ ഉറവുകളുണ്ടെന്ന് തിരിച്ചറിയാനും ആ ഉറവുകളിലേക്ക് കുഴി കുഴിക്കാനും ഒക്കെ നമ്മൾ മറ്റുള്ളവരെ കൈ പിടിച്ചു കൊണ്ട് ഒപ്പം ഉയർത്തിപ്പിടിച്ചാൽ മാത്രമേ നമ്മുടെ യാത്ര മനോഹരമാകുകയുള്ളൂ. മനുഷ്യരെ എല്ലായിടത്തും കണ്ടേക്കാം, പക്ഷെ അവിടെയെല്ലാം മനുഷ്യത്വം കാണണമെന്നില്ല. മനുഷ്യൻ്റെ ഉള്ള ഉറവകൾ കണ്ടെത്തുന്നവരായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ, സഹായിക്കട്ടെ, ജഗദീശനെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുഭവത്തോടെ എന്നെ കേട്ട എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി അറിയിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഈ സെഷൻ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാം, ആഡ് ചെയ്യാം. ഓവർ ടു ദ ഫ്ലോർ. ഫീഡ്ബാക്കും സജഷൻസിനുമുള്ള സമയമാണ്. താങ്ക് യു സാർ. വളരെ നമുക്ക് വെളിച്ചം തരുന്ന, ഉള്ളി തുറപ്പിക്കുന്ന ഒരു ക്ലാസ് ആയിരുന്നു. മനോഹരമായ ക്ലാസ്. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സാറേ നമസ്കാരം. പറയൂ സാർ. ഞാൻ വളരെ വൈകിയാണ് ഇതിനകത്ത് കയറിയത്. ലാസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പോലെ കേൾക്കാൻ പറ്റുള്ളൂ. ഏറ്റത്തോളം ഗോപാലകൃഷ്ണ സാറിന് പോസിറ്റീവ് കമ്മ്യൂണിറ്റി വേദികളിലൊക്കെ കണ്ട് നല്ല പരിചയമുള്ളതാണ്. പിന്നെ പരിചയമുള്ള ഒരുപാട് മുഖങ്ങൾ ഇതിനകത്തുണ്ട്. അതുപോലെ KCTTUവിന്റെ ആരംഭം ഫസ്റ്റ് മീറ്റിംഗ് മുതൽ ഉണ്ട്. ഞങ്ങൾ ഇതിന്റെ ഒരു മീറ്റിംഗ് സജീവ് നായർ സാറിന്റെ ട്രെയിനും പ്രോഗ്രാമും ബന്ധപ്പെട്ടുകൊണ്ട് മൂന്നാറിലേക്കുള്ള ഒരു യാത്രക്കിടയിലാണ് ഇങ്ങനെ ഒരു ഗോപകുമാർ സാറും പിന്നെ ബെഞ്ചമിൻ സാറും ഞങ്ങളൊക്കെ കൂടിയിട്ട് ആ വണ്ടിയിലിരുന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഘടന രൂപീകരിക്കുന്നുണ്ട് എന്നുള്ള ചർച്ചകൾ അന്ന് നടന്നത്. മൂന്നാറിലേക്കുള്ള ഒരു യാത്രക്കിടയിൽ ഇങ്ങനെ പ്രോഗ്രാമിൽ പലപ്പോഴും പങ്കെടുത്തിട്ടുണ്ട്. സാറിന്റെ ഇന്നത്തെ സെഷൻ കേട്ടതിന് ശേഷമാണ്
അതിഗംഭീരമായിരുന്നു. നല്ല ഒരു ടോപ്പിക്കാണ് കൈകാര്യം ചെയ്തത്. അതിൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ആ നെറ്റ്വർക്കിനെ കുറിച്ചുള്ളത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ മധുഭാസ്കരൻ സാറ് എപ്പോഴും പറയുന്ന ഒന്നുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് ഈ നെറ്റ്വർക്കാണ്. കാരണം ഈ നെറ്റ്വർക്കിലൂടെയാണ് അദ്ദേഹത്തിന് ഓരോ പ്രോഗ്രാമുകൾ കിട്ടുന്നത്, ക്ലാസ്സുകൾ കിട്ടുന്നത്. അപ്പോൾ അദ്ദേഹം അതിന് ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് ആളുകളുടെ ഫോൺ നമ്പർ എടുത്ത് വിളിക്കും, പരിചയം പുതുക്കും. ആ പുതുക്കലിൽ നിന്ന് പുതിയ ഒരു സെഷൻ അദ്ദേഹത്തിന് കിട്ടും. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ ബന്ധങ്ങൾ അത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് അല്ലെങ്കിലും നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇൻവെസ്റ്റ്മെന്റും തുടങ്ങിയ ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് വളരെ പെട്ടെന്ന് തന്നെയാണ് സാറ് എടുത്തു പോയത്. വളരെ നന്നായിരുന്നു, വളരെ റെലവന്റ് ആയിരുന്നു. കുറച്ച് കേട്ടതുകൊണ്ട് ഇത്രയും പറഞ്ഞു നിർത്തുന്നു. താങ്ക് യു. നമസ്കാരം. കേൾക്കാവോ? കേൾക്കുന്നുണ്ടല്ലേ? സാധാരണ നമ്മൾ പറയാറുണ്ട് സെഷൻ മനോഹരമായിരുന്നു എന്ന് പറയുന്ന അങ്ങനെ ഒരു വാക്കല്ല, ശരിക്കും മനോഹരമായിരുന്നു സാറിൻ്റെ ട്രെയിൻ. ഞങ്ങളെ ഒരു യാത്ര ശരിക്കും പറഞ്ഞ ഒരു ജീവിതയാത്രയാണ് സാർ വരച്ചു കാട്ടിയത്. ജീവിതയാത്ര, അതിലൂടെ കടന്നു പോകുന്ന ഒരു അനുഭവം ഉണ്ടായി. ട്രെയിനിൻ്റെ 4 വാക്കുകൾ, 4 ആൽഫബറ്റ്സിലെ ട്രെയിൻ: ട്രാക്ക് അലൈൻമെന്റ്, റിലയബിലിറ്റി, അക്കോമഡേഷൻ, ദെൻ ഇന്നോവേഷൻ, നെറ്റ്വർക്ക് കണക്ഷൻ. ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് നല്ലൊരു സെഷനാണ് സാറ് ഞങ്ങൾക്ക് കാഴ്ചവെച്ചത്. ഇത് വളരെ സിമ്പിളായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റി എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ആർക്കും ബുദ്ധിമുട്ട് തോന്നുന്ന കടുകട്ടിയായിട്ടുള്ള അവതരണമോ വാക്കുകളോ ഒന്നും. അതിലൂടെ നമുക്ക് ഒത്തിരി അറിവുകളുടെ സ്റ്റേഷനിലൂടെയൊക്കെ കടന്നുപോയി അത് നമ്മൾ കണ്ടുമുട്ടുന്നവരിൽ നിന്നൊക്കെ പഠിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യമാണ് സാർ പറഞ്ഞത്. പിന്നെ അവസാനം കൺക്ലൂഡ് ചെയ്തത് ഉറവുകളെ കണ്ടെത്താൻ സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. നമ്മുടെ സഹയാത്രികരെ ഏതെല്ലാം നമുക്ക് സഹായിക്കാൻ പറ്റും, അറ്റ്ലീസ്റ്റ് ഉപദ്രവിക്കാതെങ്കിലും ഇരിക്കുന്ന ഒരു സമൂഹം നമുക്ക് അറിയാം. അപ്പോൾ സംബന്ധിച്ച് ഉറവുകളെ കണ്ടെത്താൻ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് നമുക്കും മറ്റുള്ളവർക്കും ആസ്വാദ്യകരമാക്കണം എന്നുള്ളൊരു സന്ദേശം സാർ തന്നു. താങ്ക് യു വെരി മച്ച്. ലാസ്റ്റത്തെ പൗലോ കൊയ്ലോയുടെ ജീവിതം, ലൈഫ് എന്താണ് എന്നുള്ള ഇത് വളരെ റെലവന്റ് ആട്ടോ. ലൈഫ് ഈസ് നോട്ട് എ സ്റ്റേഷൻ, ലൈഫ് ഈസ് എ ട്രെയിൻ എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് വളരെ റെലവന്റ് ആയിട്ട് തോന്നുന്നു. പല സ്ഥലത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ്. ഞാൻ ഇതുവരെ അത് കേട്ടിട്ട് വായിച്ചായിട്ട് കേട്ടതായിട്ട് ഓർക്കുന്നുമില്ല കേട്ടോ. പൊതുവായിട്ട് എനിക്ക് കിട്ടിയ അറിവ്. സാറേ നമസ്കാരം. ഞാൻ വൈകിയാണ് വരൂഞ്ഞ് സാറ് പറഞ്ഞ പോലെ ഞാനും ഒരുപാട് വൈകിയാണ് ലാസ്റ്റ് കമ്പാർട്ട്മെന്റിൽ ഓടിക്കയറുമായിരുന്നു. അപ്പൊ എന്തായാലും വളരെ നന്നായി. ഈ ലൈഫ് ഒരു ട്രെയിനുമായിട്ടുള്ള ഒരു ഉപമ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടോ കേൾക്കണം. അപ്പൊ അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. കറക്റ്റാണ്. പിന്നെ അതുപോലെ ബന്ധങ്ങൾ, ഞാനിപ്പോ പണമൊന്നും ഇൻവെസ്റ്റ് ചെയ്യാറില്ല, ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ആലോചിക്കാറുമില്ല. പക്ഷെ സൗഹൃദം ഇൻവെസ്റ്റ് ചെയ്യും. അക്കാര്യത്തിൽ ഏറ്റവും സമ്പന്നയാണ് ഞാൻ, സൗഹൃദത്തിന്റെ കാര്യത്തിൽ, ബന്ധങ്ങളുടെ കാര്യത്തിൽ. അതാണ് എൻ്റെ ലൈഫിൽ എന്നെ പിടിച്ചു നിർത്തുന്നതെന്ന് പോലും എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ എന്തായാലും വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. പുതിയ പുതിയ ഐഡിയകൾ, വളരെ വരൂഞ്ഞ് സാറ് പറഞ്ഞ പോലെ തന്നെ വളരെ ലളിതമായിട്ട് പുതിയ ഐഡിയകൾ, കിട്ടാത്തത് പലതും കിട്ടി. കുറച്ചു നേരം കേൾക്കാൻ പറ്റുള്ളെങ്കിലും ഒരുപാട് സന്തോഷം സാറേ. എല്ലാം നന്ദി. നല്ലൊരു ക്ലാസ് ആയിരുന്നു സാറേ. ഒരു കാര്യം ഞാനിവിടെ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്. സാറ് പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിൽ പലരും ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്വന്തം വീടിനും സ്വന്തം കാറിനും ലോൺ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല എന്ന് പലരും മനസ്സിലാവുന്നില്ല. അത് ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല. ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് എപ്പോഴും മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ചെയ്യാറ്, അത് റിട്ടേൺ വന്നുകൊണ്ടിരിക്കുന്ന മാത്രമാണ് ഇൻവെസ്റ്റ്മെന്റ്. അത് പലരും മനസ്സിലാക്കുന്നില്ല. അത് ഇനി സാർ എപ്പോഴെങ്കിലും പറയുമ്പോൾ പ്രത്യേകം ഓർപ്പിക്കണം. ഇൻവെസ്റ്റ്മെന്റ് വീട്ടിലും താമസിക്കുന്ന വീട്ടിലും ഉപയോഗിക്കുന്ന കാറിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് അല്ല, ഇറ്റ്സ് എ ലയബിലിറ്റി. Okay, thank you all, sir. It was a fantastic class. Thank you, sir.
Can we wind up also? യെസ്. അപ്പോ ഇന്നത്തെ സായാഹ്നം ഏറ്റവും സുഹൃതതരമാക്കിയ GK സാറിനാണ് ഏറ്റവും നന്ദി പറയേണ്ടത്. ട്രെയിൻ യാത്രയിലൂടെ ഒരു പേഴ്സണൽ ഡിസിപ്ലിനെ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയെന്നും ഒപ്പം തന്നെ അതിലൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉൾപ്പെടുത്താനും കഴിയുമെന്ന് അതിമനോഹരമായിട്ട് നമ്മുടെ മുമ്പിൽ വളരെ വിശദമായി വിവരിച്ചു തരാൻ GK സാറിന് സാധിച്ചു. അത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം. ആ അനുഭവത്തിന് ഞങ്ങൾ അകൈതമായ കൃതജ്ഞത അറിയിപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ ഞങ്ങളുടെ പ്രസിഡന്റിന് പ്രത്യേകം നന്ദി പറയുന്നു, സെക്രട്ടറിക്ക് നന്ദി പറയുന്നു, ജോസഫ് സാറ്, സെലീന മാഡം, എല്ലാവർക്കും നന്ദി പറയുന്നതിനൊപ്പം ഈ സംരംഭത്തെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്ന ഓരോ വ്യക്തികൾക്കും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ സായാഹ്നം ധന്യമാക്കിയതിന് എല്ലാവർക്കും വന്ദനം. സാറേ ഒരു മിനിറ്റ് എനിക്ക് ഈ ഒരു അവസരം ഉണ്ടാക്കി തന്ന, വേദി ഉണ്ടാക്കി തന്ന ഇതിന്റെ ഇതിന്റെ സംഘടനാ ഭാരവാഹികളോടും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ തുടക്കത്തിൽ പറയണമെന്ന് വിചാരിച്ചു, വിട്ടുപോയി. ബേബി സാർ എന്നെ നേരത്തെ വിളിച്ചിരുന്നു, ഇന്ററാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പൊ അതിന് അവസരം ഉണ്ടാക്കി തന്ന KCTV, ഇതെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ആണ്, അവസരങ്ങളാണ്. അപ്പൊ ഈ അവസരം ഉണ്ടാക്കി തന്നതിന് സ്നേഹത്തോടെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുകൂടി തൽക്കാലം സൈൻ ഓഫ് ആണ്. താങ്ക് യു. Thank you. Thank you. Thank you all. Proceed. Thank you. Good night. Good night. Good night. Good night. Good night, sir.